ഹലോ ഹലോ വിവാൻ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളുടെയും വർക്ക്ഷോപ്പുകളുടെയും ഭാഗമായിട്ട് ദിനേന എന്നോണം വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ അതത് മേഖലകളിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വെബിനാറുകൾ സംഘടിപ്പിച്ചു വരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് അവർ തോട്ട്സ് എന്നുള്ളതാണ്. എന്നും എക്കാലത്തും ചർച്ച ചെയ്യപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടതും വിശേഷിച്ചും ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് തോട്ട്സ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അനേകായിരം ചിന്തകൾ നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ചിന്തകളെക്കുറിച്ച്, ആ ചിന്തകളുടെ റിസൾട്ടുകൾ എന്താണ്, അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ഓരോ മനുഷ്യനും മനസ്സിലാക്കേണ്ടതാണ്. വിശേഷിച്ചും മാനസികമായിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനമായിട്ട് അറിയേണ്ടതും അത് മറ്റുള്ളവർക്ക് പരിശീലിപ്പിക്കേണ്ടതുമായിട്ടുള്ള ആവശ്യമുണ്ട്. ആ രീതിയിൽ ഡയറക്ഷൻ ഓഫ് അവർ തോട്ട്സ് എന്നുള്ള ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള വളരെ ഒരു നല്ല രീതിയിലുള്ള ഒരു ചർച്ചയായിരിക്കും ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഇന്നത്തെ വെബിനാർ, ആ വെബിനാറിനെ ലീഡ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാ തിങ്കളാഴ്ചകളിലും വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ, പാരന്റിങ്, അതേപോലെ തന്നെ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, ഹീലിംഗുമായിട്ടുള്ള ബന്ധപ്പെട്ട എനർജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നേരത്തെ വ്യത്യസ്തമായിട്ടുള്ള വെബിനാറുകൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഡോക്ടർ യൂനിസ് സാറാണ് ഇന്നത്തെ ഈ ഒരു ടോപ്പിക് ഹാൻഡിൽ ചെയ്യുന്നത്. ഡോക്ടർ യൂനിസ് സാറ് ഫാമിലി തെറാപ്പിസ്റ്റ് ആണ്, ഫാമിലി ഗൈഡൻസ് കൗൺസിലർ ആണ്. എടപ്പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് മെറ്റേറ എന്ന ഒരു ക്ലിനിക്കിലാണ് സാറ് വർക്ക് ചെയ്യുന്നത്. വിംബിൾ അക്കാദമിയിലെ വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകൾക്ക് സാറ് നേതൃത്വം വഹിച്ചു വരുന്നു. പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ്, പാരന്റിങ്, അതേപോലെ തന്നെ സെക്ഷുവാലിറ്റി ഇൻ മാരേജ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകൾ സാറ് ലീഡ് ചെയ്തു വരുന്നു. അതേപോലെ തന്നെ കൗൺസിലിംഗ് സെഷനുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഡോക്ടർ യൂനിസ് സാറ് ലീഡ് ചെയ്യും. ഇന്നത്തെ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പാർട്ടിസിപ്പൻസിനും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം അറിയിക്കുകയാണ്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂനിസ് സാറിനെ വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓവർ ടു യൂനിസ് സാർ. യൂനിസ് സാർ പ്ലീസ്. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറച്ചു കാലമായിട്ട് അങ്ങനെ വീഡിയോസ്, നമ്മളൊരു ക്ലാസ്സുകൾ കുറവായിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ പാരന്റിങ് ആണ് സാധാരണ തുടങ്ങാറുള്ളത്. പാരന്റിങ്ങിലെ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാരൻസിന് വേണ്ടി പ്രത്യേക തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. അപ്പൊ ഏകദേശം നമ്മളതൊന്ന് തൽക്കാലത്തേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാണ്. കാരണം പല ആളുകളും ചോദിക്കുന്നത് ഹീലിങ്ങിനെ പറ്റിയിട്ടാണ്. ഹീലിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാം, നമുക്ക് എന്ത് ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണവും അതിൽ ഹീൽ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം. അപ്പൊ അവിടെ ആ ഒരു ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും നമുക്ക് ഒരുപാട് താഴേന്ന് തുടങ്ങാനുണ്ട്, ഫൗണ്ടേഷൻ മുതൽ നമുക്ക് തുടങ്ങാനുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ചില ടോപ്പിക്കുകൾ മാത്രം എടുത്ത് കുറച്ചു കാലത്തേക്ക് നമുക്ക് അത് സീരിയസ് ആയിട്ട് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നമുക്ക് തുടങ്ങേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ചിന്തകൾ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മുടെ ചിന്തകളുടെ ഡയറക്ഷൻ, ഡയറക്ഷൻ ഓഫ് അവർ തോട്ട്സ്. അപ്പൊ തോട്ട്സ് എന്താണ്, ചിന്തകൾ എന്താണ് എന്നുള്ളതും, എവിടുന്നാണ് ചിന്തകൾ വരുന്നത്, എങ്ങനെയാണ് ഒരു ചിന്ത ഫോം ചെയ്യുന്ന മെക്കാനിസം, അതിലൂടെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മൈൻഡിലേക്ക് ഒരു ആക്സസ് ഉണ്ടാക്കാൻ പറ്റുക, അങ്ങനെ ആക്സസ് ഉണ്ടാക്കാൻ പറ്റിയാൽ നമുക്ക് എന്തൊക്കെ നേടാൻ പറ്റും.
അങ്ങനെ മൈൻഡിലേക്ക് ഒരു ആക്സസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഒരു ഓവർവ്യൂ പോലെ നമുക്ക് സംസാരിക്കാനുള്ളത്. നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറയാം, ചോദിക്കാം. ഓക്കെ. സോ ഡെഫിനറ്റ്ലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് നമുക്കറിയാം. ഒരു ചിന്തകളെ പറ്റി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് 2 കാര്യങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ? ഒന്ന് മൈൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം. എന്താണ് മൈൻഡ്? മൈൻഡിനെ നമ്മൾ പൊതുവെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് മൈൻഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ലെയറുകൾ ഉണ്ട്. കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും ധാരണ ഉണ്ടാകും. പക്ഷെ എന്താണ് മൈൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഒരു രീതിയിൽ ആലോചിക്കുന്നത് ചിന്തിക്കാനുള്ള ഒരു സ്പേസ്, നമ്മുടെ ചിന്തകളെല്ലാം നമ്മൾ എന്താണ് എന്നുള്ളതിന് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ജനറലി നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ജനറലി റെഫേഴ്സ് എന്ന് പറയുന്നത് എ പേഴ്സൺസ് കപ്പാസിറ്റി ഓഫ് തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് അവയർനെസ്. ഈ 3 സംഭവങ്ങളും കൂടുമ്പോഴാണ് അതൊരു മൈൻഡ് ആവുന്നത് അല്ലെ? എ പേഴ്സൺസ് കപ്പാസിറ്റി ഓഫ് അവയർനെസ് ഉണ്ട് ഒന്ന്, തോട്ട്സ് ഉണ്ട് ഒന്ന്, ഫീലിങ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന ഒരു സംഭവമാണ് മൈൻഡ് എന്ന് പറയുന്നത്. ശരിക്കും മൈൻഡ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ ആകെ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ ചിന്തകളാണ്. ചിന്ത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് മനസ്സുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ചിന്തകളിലൂടെയാണ് മനസ്സിലേക്ക് നമുക്കൊരു ഡോർ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോ ഈ ചിന്തകള് നമ്മൾ മൈൻഡിനെ കണക്ട് ചെയ്യുന്ന ചിന്തകൾ ഒരു പാസേജ് ആണ്. നമുക്ക് മനസ്സിലേക്ക് എത്തിപ്പെടാനുള്ള, മനസ്സിലോട്ട് നമുക്ക് പോകാനുള്ള ഒരു വേ ആണ് ചിന്തകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മനസ്സിനെ രൂപപ്പെടുത്തുന്ന ഒരു ഭയങ്കരമായ കഴിവുള്ള ഒരാളാണ് ചിന്തകൾ എന്ന് പറയുന്നത്. അപ്പൊ ചിന്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പലപ്പോഴും ഡീൽ ചെയ്യുന്ന കേസുകളിൽ മിക്കവാറും ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്ന ഒരു സ്വഭാവം. അപ്പോ ഈ ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ നല്ലതാണോ? നല്ലതല്ലേ? അതിന് നമുക്ക് എന്തറിയണം? ആദ്യം തോട്ട്സ് എന്താണെന്ന് അറിയണം അല്ലേ? തോട്ട്സ് എന്ന് പറയുന്നത് ഒന്നുമല്ല. തോട്ട്സ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? കോൺഷ്യസ് കോഗ്നിറ്റീവ് പ്രോസസ്സാണ്. കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സാണ് തിങ്കിങ് എന്ന് പറയുന്നത്. അതിൽ തിങ്കിങ്ങിൽ നമുക്ക് അനാലിസിസ് വരുന്നുണ്ട്, സിന്തസിസ് വരുന്നുണ്ട്, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻസ് വരുന്നുണ്ട്, പ്രോബ്ലം സോൾവിങ്സ് വരുന്നുണ്ട്, ഡിസിഷൻ മേക്കിംഗ് വരുന്നുണ്ട്, ക്രിറ്റിക്കൽ ഇവാലുവേഷൻസ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേർന്ന ഒരു സംഭവമാണ് എന്ത്? തിങ്കിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അതുകൊണ്ടാണ് കോൺഷ്യസ് കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ പൊതുവെ നമ്മൾ സൈക്കോ അനലൈറ്റിക് ആയിട്ടും അതുപോലെ തന്നെ ഒരു സ്പിരിച്വാലിറ്റി ആയിട്ടും പല ലെയറിലൂടെ നമ്മൾ ഈ തിങ്കിങ്ങിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള നമ്മുടെ മനസ്സിനെ, നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ടുള്ള, നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു സിസ്റ്റമാണ് തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ നോർമലി ഈ 2 വാക്കുകളെ പറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന് തിങ്കിങ് എന്താണെന്നുള്ളതും മൈൻഡ് എന്താണെന്നുള്ളതും. അപ്പൊ ഇനി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. കാരണം ചിന്തകൾ ഒരു മെക്കാനിസം ഉണ്ടല്ലോ. ചിന്തകൾ എവിടെ നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. എന്തായാലും ചിന്തകൾ നടക്കുന്നതിന് പ്രത്യേക തരം സിസ്റ്റം നമ്മൾ ബ്രെയിനിൽ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് ആദ്യം വേണ്ടത് ശരിക്കും എന്ത് ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് ഇലക്ട്രിക്കൽ സിഗ്നൽസ് അല്ലെ, ഇലക്ട്രിക്കൽ സിസ്റ്റം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരുപാട് കെമിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, ബയോ കെമിക്കൽ ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ബയോ കെമിക്കൽ ആക്ടിവിറ്റീസും ഇലക്ട്രിക്കൽ ഇമ്പൾസസും കൂടി ചേർന്ന ഒരു സംഭവമാണ് ചിന്തകൾ എന്ന് പറയുന്നത്. ഒരു ന്യൂറോണിൽ നിന്ന് എത്ര ന്യൂറോൺ നമുക്ക് അറിയാലേ? 86 ബില്യൺ, പൊതുവെ കണക്ക് പ്രകാരം പറയുന്നത് 86 ബില്യൺ ന്യൂറോൺസ് ആണ് നമ്മൾ ബ്രെയിനിലുള്ളത്. അപ്പൊ ഈ ബ്രെയിനിലുള്ള ഓരോ ന്യൂറോൺസും തമ്മിൽ കണക്റ്റഡ് അല്ല. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഒരു ന്യൂറോണ് മറ്റൊരു ന്യൂറോണായിട്ട് നമുക്ക് കണക്റ്റഡ് അല്ല. കണക്ട് ചെയ്യുന്ന ഒരു പാസേജ് അല്ലെങ്കിൽ സ്പേസിനെ നമ്മൾ പറയുന്നതാണ് സിനാപ്റ്റിക് കണക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോ ഡയറക്ട്ലി അതിനെന്ത് ചെയ്യുന്നില്ല, ഒന്നൊന്നിനായിട്ട് കണക്റ്റഡ് അല്ല. അപ്പൊ അത്
എങ്ങനെയാണ് ചിന്തകൾ. അപ്പോൾ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ പാസ് ചെയ്താലാണ് ഇത് നമുക്ക് ഇങ്ങനെ പോയിട്ട് പല രീതികളിൽ ഓരോ ബ്രെയിനിന്റെ ഓരോ ഭാഗത്തേക്ക് പോയി പ്രോസസ്സ് ചെയ്തിട്ടാണ് ചിന്തകൾ ഫോം ചെയ്യുന്നത്. നമുക്കറിയാം ലിംബിക് സിസ്റ്റം ഉണ്ട്, പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഉണ്ട്, നമ്മൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന, ഇമോഷൻസിനെ ഡെലിവർ ചെയ്യുന്ന, സ്പീച്ചിനെ ഡെലിവർ ചെയ്യുന്ന, നമ്മുടെ സന്തോഷത്തെ ഡെലിവർ ചെയ്യുന്ന പല സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതിനെല്ലാം ചിന്തകൾ എങ്ങനെയാ വരുന്നത്? ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് പാസ് ചെയ്യും. അപ്പൊ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സംഭവത്തിനെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ എന്താ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ഒരു കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് ഇവരൊക്കെ. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അസെറ്റിൽ കൊളൈൻ ഉണ്ട്, അതുപോലെ തന്നെ സെറട്ടോണിൻ, ഡോപ്പമിൻ എന്നൊക്കെ പറയുന്ന എല്ലാതും തന്നെ ഒരു കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. അപ്പൊ ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസിനെ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിന്റെ എൻഡിൽ നിന്ന് മറ്റൊരു ന്യൂറോണിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് ആണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇമ്പൾസസ് പാസ് ചെയ്യുന്നത്. ഇതിലൂടെയാണ് പിന്നെ ഇത് കണക്ട് ചെയ്ത് ബ്രെയിനിന്റെ ഏത് ഭാഗത്തേക്കാണോ പോവേണ്ടത്, ലിംബിക് സിസ്റ്റത്തിലോട്ടാണോ പോകേണ്ടത്, പ്രീഫ്രണ്ടൽ കോർട്ടെക്സിലോട്ടാണോ പോകേണ്ടത്, അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മുടെ ചിന്തകൾ നമുക്ക് രൂപപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ചിന്തകൾ ഫോം ചെയ്യുന്നതും ചിന്തകളുടെ ഒരു പ്രോസസ്സ് എന്താന്നുള്ളതും ബേസിക് ആയിട്ടുള്ള ചെറിയൊരു കാര്യങ്ങളായിട്ട് മാത്രമേ പറയുന്നുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളിൽ ബേസിക് ആയിട്ട്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് ബ്രെയിനിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെങ്ങനെയാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക? ഒരു മനുഷ്യൻ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം പോലെ അല്ല, അല്ലെ? നേരത്തെ പ്രോഗ്രാം ചെയ്ത് വെച്ചതുപോലെ മാത്രം മുന്നോട്ട് പോകാൻ പറ്റുന്ന ആളുകളല്ല മനുഷ്യന്മാർ, അല്ലെങ്കിൽ മനുഷ്യന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഒരുപാട് എനർജി ആവശ്യമുണ്ട്, അല്ലെ? ശരീരത്തിന്റെ ഏകദേശം 20% എനർജിയും യൂസ് ചെയ്യുന്നത് ബ്രെയിനാണ്. ബ്രെയിൻ ആകെ 2-2.5% വെയിറ്റ് ശരീരത്തിന് മൊത്തം ആനുപാതികമായിട്ട് ഉപയോഗിക്കുന്നു. അതിൽ ഏകദേശം 20% എനർജിയാണ്, ഏകദേശം വെയിറ്റിനേക്കാളും എനർജിയാണ് ശരീരത്തിന് ബ്രെയിൻ യൂസ് ചെയ്യുന്നത്. ബ്രെയിനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പരിപാടികൾ. അത് കൃത്യമായിട്ട് ഇമ്പൾസസ് ക്രിയേറ്റ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള രീതിയിൽ പ്രോസസ്സിംഗ് നടക്കുകയും ഇതിങ്ങനെ പോകുന്ന പരിപാടിയാണ്. അപ്പൊ ഈ എനർജി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന, നമുക്കറിയാം ഗ്ലൂക്കോസ് ആണ്, എന്താണ് ATP സിന്തസിസ് നടക്കുന്നുണ്ട്, അതിലൂടെ ഗ്ലൂക്കോസിലൂടെ നമുക്ക് എനർജി എടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിലൊക്കെ നമുക്ക് നോർമലി ബയോളജിക്കൽ ആയിട്ടുള്ള വ്യൂകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ നമുക്ക് ഈ ഒരു ബ്രെയിനിൽ നടക്കുന്ന ഈ ചിന്തകളെ നമുക്ക് എങ്ങനെ ട്രാക്ക് ചെയ്യാം? ഇത് ട്രാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ഉപകാരമാണ്? യഥാർത്ഥത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇപ്പോ നമ്മൾ പൊതുവെ പറയുന്ന ഒരുപാട് കാര്യം, നെഗറ്റീവ് ചിന്തകളുണ്ട്, പോസിറ്റീവ് ചിന്തകളുണ്ട്. പൊതുവെ ഒരു സയൻസിന്റെ ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് എല്ലാവരും പൊതുവെ ഇന്ന് സയൻസിലെ പല പ്രമുഖരും എതിർക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ നെഗറ്റീവ് എനർജി ഒന്നുമില്ല, പോസിറ്റീവ് എനർജി ഒന്നുമില്ല, അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല. ഇപ്പൊ നെഗറ്റീവ് തോട്ട്സ്, പോസിറ്റീവ് തോട്ട്സ്, അത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു സിസ്റ്റമാണ്. അത് സൈക്കോളജിക്കലി ഉള്ള കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മളൊരു ഒരു ഒരു എന്താ പറയുക, സയൻസിന്റെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഒരു അൽഗോരിതം വെച്ചിട്ടല്ല നമ്മുടെ ബ്രെയിന് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ബ്രെയിനിന് വർക്ക് ചെയ്യുമ്പോൾ ആ ബ്രെയിനിലേക്ക് നമ്മളെല്ലാ മനുഷ്യരെയും ചിന്തകളിലേക്ക് ഒരു കൈകടത്തൽ നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് അതിന് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് ഏത് രീതിയിലുള്ള ചിന്തകൾ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാനും, ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയൊന്നും ശരിയല്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കര ചടപ്പാണ്, ലൈഫിൽ ഒരു സമാധാനം കിട്ടുന്നില്ല, എവിടൊക്കെയോ ലോക്കായി പോയിട്ടുണ്ട്, ഇങ്ങനെ പറയുന്ന ഒരാളുടെ യഥാർത്ഥത്തിൽ ഇവരെ ചിന്തകളെ ഡയറക്ഷൻ നോക്കുക എന്ന് പറയാൻ പറ്റും. ദ ഡയറക്ഷൻ ഓഫ് ദെയർ തോട്ട്സ്. ശരിക്കും ഇവർ പറയുന്ന ചിന്തകൾ, ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവർ ഇത് എവിടെ എത്തിച്ചേരും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റും. പ്രഡിക്റ്റബിൾ ആണ്, അല്ലെ? കാരണം ഇവരെ ചിന്തകൾ ഇന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ, ഈ ചിന്തകൾ ഇന്ന് ചിന്തിച്ച ചിന്തകൾ നാളത്തേക്ക് മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഇന്ന് ചിന്തിച്ചത് കൊണ്ട് നമുക്ക് എന്താണോ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്, ഈ റിസൾട്ട് തന്നെ ആയിരിക്കും നമുക്ക് നാളെയും കിട്ടാൻ പോകുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. നമുക്കതിൽ ബോധയുടെ അല്ല നമ്മൾ എന്താ ചിന്തിക്കുന്നത്. കാരണം നമുക്കറിയാം വെറും കുറച്ച് മാത്രമാണ് കോൺഷ്യസ്ലി ചിന്തിക്കുന്നത് നമ്മൾ. അതിൽ കുറച്ച് കൂടുതലാണ് സബ് കോൺഷ്യസ്ലി ചിന്തിക്കുന്നത്.
അതിൽ കൂടുതൽ ചിന്തകളാണ് അൺകോൺഷ്യസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഷ്യസ്ലി നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളൊക്കെ വളരെ കുറവ്. നമ്മൾക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ ചില ആളോട് നമ്മൾ സ്ട്രെസ് ടെൻഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, എനിക്ക് ടെൻഷനൊന്നുമില്ല, എനിക്ക് ഒരു ടെൻഷനും, ഞാൻ ഒന്നിനെ പറ്റി ചിന്തിക്കണമെന്നില്ല, ഞാൻ ഭയങ്കര ഫ്രീ ആണ് എന്ന് പറയുന്ന ഒരാൾ തന്നെ ആയിരിക്കും കുറച്ചു നേരം കഴിഞ്ഞാൽ എന്തോ ഒരു ബുദ്ധിമുട്ടൊന്നും ശരിയാവണില്ല, രാവിലെ മുതൽ അങ്ങോട്ട് സംഭവം അങ്ങോട്ട് ക്ലിയർ ആവണില്ല, അല്ലെങ്കിൽ ചെയ്തൊന്നും ശരിയാവണില്ലല്ലോ, രാവിലെ മുതലേ നമുക്കൊരു ശകുനപ്പിഴവുണ്ട് പറഞ്ഞ മാതിരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇവർ കോൺഷ്യസ്ലി ഇവരെന്താ ഇവർ ആലോചിക്കുന്നത്, കോൺഷ്യസ്ലി നമുക്കൊരു കുഴപ്പമില്ല, ബട്ട് സബ് കോൺഷ്യസ്ലി ഇവർക്ക് ഒരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ ആണ് പാറ്റേൺ ഓഫ് തോട്ട്സ്. ഈ ചിന്തകൾക്ക് ഒരു പാറ്റേൺ ഉണ്ട്. ഇത് ചെറുപ്പം തൊട്ടേ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ വന്ന് 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 നമുക്ക് കിട്ടിയ അറിവുകൾ, നമുക്ക് ചിന്തകൾ എങ്ങനെ വരിക, നമ്മൾ എങ്ങനെ ഒരു വിഷയത്തെ വിഷ്വലൈസ് ചെയ്യുന്നത്, ഒരു സബ്ജക്റ്റിനെ വിഷ്വലൈസ് ചെയ്യുന്നത്, ഒരു സബ്ജക്റ്റിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ഈ ഒരു വിഷയം ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കേൾത്ത എല്ലാ അറിവുകളും വെച്ചിട്ടാണ് നമ്മൾ അതിനെന്ത് ചെയ്യുന്നത്, അസ്യൂം ചെയ്യുന്നത് അല്ലെ. ഒരാളൊരു കഥ പറഞ്ഞു തരാണ്, കാട്ടിലൊരു സിംഹമുണ്ട്, സിംഹം എന്ന് പറയുന്നതാണ് സിംഹമാണ് കാട്ടിലെ വലിയ രാജാവ്. ഈ രാജാവിന്റെ കുറെ വർണ്ണനകൾ കേൾക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ ഇതിന് വലിയൊരു വിഷ്വലൈസേഷൻ ഉണ്ട്. കാരണം സിംഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്, സിംഹം എങ്ങനെ നടക്കുന്നത് നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്, സിംഹത്തിന്റെ ഗർജനം നമ്മൾ അറിയാം, നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് അറിവുകൾ, ഇൻഫോർമേഷൻസ്, ഡാറ്റ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ഡാറ്റ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ബ്രെയിൻ എന്ത് ചെയ്യുന്നത്, പിന്നെ കാര്യങ്ങൾ ഓൺ ദ സ്പോട്ടിൽ മനസ്സിലാക്കുന്നത്. പക്ഷെ ആ ഒരു കഴിവ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അത് ഒരുപാട് സയന്റിഫിക്കലി തെളിയിക്കപ്പെട്ട കാര്യം. അപ്പൊ നമ്മുടെ ബ്രെയിനിലെ ഏറ്റവും വലിയ കഴിവ് എന്താണ്, ഒരു മനുഷ്യനെ എത്രയും പെട്ടെന്ന് ഓൺ സ്പോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. ഡാറ്റകൾ ഒരു ഡാറ്റ ഒരു അൽഗോരിതം വെച്ചിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ചിന്തകൾ ഫോം ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ നെഗറ്റീവ്. പോസിറ്റീവ് എന്ന് പറയുന്നത് സ്പോട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെ തന്നെ, പ്രത്യേകിച്ച് ഒരു പ്രോഗ്രാം ഇല്ലാത്ത ചിന്തകളാണ് നമുക്ക് ഉള്ളിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ പല രീതികളിലായിരിക്കും നമ്മുടെ ചിന്തകൾ വരുന്നത്. നമുക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത, നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റാത്ത, ഈവൻ നമ്മൾ ഇതുവരെ മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചിന്തകളായിരിക്കും ഒരു മനുഷ്യന്റെ ഉള്ളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്രെയിനിന്റെ ആക്സസിലേക്ക്, ആ ചിന്തകളിലേക്ക് ഒരു ആക്സസ് നമുക്ക് വേണം. അത് ഇപ്പൊ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, എപ്പോഴും കുറ്റങ്ങളും പരിഭവങ്ങളും മാത്രം പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് അസൂയ, ഈഗോ മാത്രമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെ തുടങ്ങി നമുക്ക് ഓരോ പ്രശ്നങ്ങളിലേക്കുള്ള ആളുകളെ നമ്മളൊന്ന് നോക്കി അവരടുത്ത് കുറച്ചു നേരം സംസാരിച്ചാൽ തന്നെ അവരുടെ ചിന്തകൾ എങ്ങനെ പോകും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത്, ചില ആളുകൾ നേരിട്ട് കാണുന്ന കുറെ കാലത്തിന് ശേഷം കാണുന്നുണ്ടാവുക, ആ കാണുന്ന സമയത്ത് അവരെ നോക്കി സംസാരിക്കുന്ന രീതികൾ അല്ലെ, ചിലപ്പോ ഗൾഫിൽ നിന്നൊക്കെ വരികയാണ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു നാട്ടിൽ നിന്ന് വരികയാണ്, കുറെ കാലത്തിന് ശേഷം കല്യാണത്തിന് കൂടാൻ വേണ്ടി വരികയാണ്, ഗെറ്റ് ടുഗദറിന് വരികയാണ്, ഇങ്ങനെ വരുന്നത് അവർ കുറെ കാലമായിട്ട് കാണാത്തവരാണ്. ഈ കുറെ കാലമായിട്ട് കാണാത്ത ഒരാളെ ഇയാളുടെ ഒരു അപ്പിയറൻസ് വെച്ചിട്ട് സംസാരിക്കും. അതാണ് നമ്മൾ ആദ്യം സംസാരിക്കുക. ചിലപ്പോൾ നന്നായിട്ട് വണ്ണം കൂടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും ആദ്യം തുടങ്ങുക. നന്നായിട്ട് തടിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വല്ലാണ്ടങ്ങ് മെലിഞ്ഞു പോയല്ലോ, ഇപ്പൊ ഇനി കുറച്ച് നിറം കറഞ്ഞിട്ടുണ്ടല്ലോ, മുമ്പൊക്കെ എത്ര നിറം, ഇപ്പൊ കംപ്ലീറ്റ് നിറമൊക്കെ പോയി, പുറത്ത് തന്നെയാണ് പണി, വെയിൽ തന്നെയാണ് കൊള്ളുന്നത്. ഇങ്ങനെ തുടങ്ങി ആദ്യത്തെ നമ്മുടെ സംഭാഷണങ്ങളില് ഒരാളുടെ സ്വഭാവത്തില്, ഒരു സ്വഭാവത്തിന്റെ ആ ക്യാരക്ടറിന്റെ റിസംബിൾനെസ്, അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും അയാളുടെ ചിന്തകൾ, സംസാരങ്ങൾ പോകുന്നത്. കാരണം സംസാരം എന്നാ വരുന്നത്, ദ വേ യു തിങ്ക്, നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് നമ്മുടെ സംസാരം വരിക. കാരണം നമ്മൾ ആദ്യം നമ്മൾ പാറ്റേൺ എവിടെയാണ്, തിങ്ക് ആണ്. ആ തിങ്ക് എന്ന് പറയുന്ന സംഭവമാണ്, അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്പീക്ക്, സംസാരം വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ആക്ഷൻ വരുന്നത്. അപ്പൊ ദ വേ യു തിങ്ക്, ദ വേ യു സ്പീക്ക്, ദ വേ യു ആക്ട്, ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മുടെ ചിന്തകൾ എന്താണോ, ആ ചിന്തകളുടെ റിഫ്ലക്ഷൻ ആയിരിക്കും നമ്മുടെ സംസാരങ്ങളിൽ ഉണ്ടാവും. അപ്പൊ ആ സംസാരങ്ങളിലൂടെ നമുക്ക് ഒരാളെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു വിഷയമാണ്. അപ്പോൾ ഒരാൾ ഭയങ്കര നെഗറ്റീവായിട്ട് സംസാരിക്കുകയാണ്, ഭയങ്കര മോശമായുള്ള കാര്യങ്ങളാണ്, അയാളെ തന്നെ ക്രിറ്റിസൈസ് ചെയ്യുക, സെൽഫ് ക്രിറ്റിസിസം നല്ലോണം ഉണ്ട്, സെൽഫ് ഡൗട്ട് നല്ലോണം ഉണ്ട്. എപ്പോഴും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഞാനിപ്പോ എന്താ ചെയ്യുക, അത് ശരിയാവോ, അതിലിപ്പോ ബിസിനസ് അത് ചെയ്താൽ ശരിയാവോ, ഈ ഭക്ഷണം ഉണ്ടാക്കിയപ്പോ ശരിയാവോ, ഞാൻ ഇപ്പൊ മക്കളിപ്പോ ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവില്ലേ, കല്യാണം കഴിച്ചാൽ ഇപ്പൊ അത് ശരിയാവോ, എല്ലാ സ്പേസിലും ഒരു ഭയങ്കര ഡൗട്ട് ആയിരിക്കും. അത് ചിലപ്പോ ഈ ഒരു 10, 20, 30 വയസ്സായപ്പോ തുടങ്ങിയതല്ല, ചെറുപ്പം തൊട്ടേ ഉള്ള സംഭവമായിരിക്കും. അതാണ് ഞാൻ പാറ്റേൺ ഉണ്ട്.
അപ്പൊ നമ്മുടെ ചിന്തകൾക്കൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്. കാരണം ഈ ഡൗട്ട് എന്നാ വരുന്നത്, കുഞ്ഞ് ജനിച്ച് പ്യുവർ മൈൻഡിൽ ജനിച്ചു വരുന്ന കുട്ടിയിലേക്ക് ആ കുട്ടിയെ ഒരുപാട് ലിമിറ്റ് ചെയ്തിട്ട് കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊന്നും കുട്ടി സ്വയം കണ്ടെത്താതെ എല്ലാം പാരന്റ്സ് കൊടുത്തിട്ടും, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് പാരന്റ്സ് അതിനെ റെസ്ട്രിക്ട് ചെയ്തും കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സെൽഫിൽ ഡൗട്ട് ഉണ്ടാവും. കാരണം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സെൽഫിൽ ഒന്നും കിട്ടിയിട്ടില്ല. സെൽഫിൽ കോൺഫിഡന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ കുട്ടി പഠിച്ചിട്ടില്ല. അതെന്നാണ് പഠിക്കേണ്ടിയിരുന്നത്? ഏറ്റവും ചെറിയ പ്രായം മുതൽ പഠിക്കേണ്ട ഒരു സ്വഭാവത്തെ പിന്നെ ഒരു 15-20 വയസ്സാകുമ്പോൾ മാതാപിതാക്കൾ ഒരു പ്രശ്നം പറയുന്നതാണ്, പിന്നെ തീരെ കോൺഫിഡൻസ് ഇല്ല, എപ്പോഴും ഒരു നെഗറ്റീവ് ആണ്, പഠിക്കുന്നിടത്തും അവന് പഠിക്കൂല, കിട്ടൂല, പാസ്സാവൂല, പഠിക്കാൻ പറ്റുന്നില്ല. അതിങ്ങനെ ഡെലിവർ ചെയ്ത് ഇതൊരു പ്രോഗ്രാമായി മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് പിന്നെ അതന്നെയാണല്ലോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രോഗ്രാമിനെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റും. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഓട്ടോമാറ്റിക്കലി നമ്മൾ ബ്രെയിനിൽ നമ്മളെ ചിന്തകൾ മാറ്റി പുതിയ ചിന്തകൾ കൊടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്വഭാവത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതൊക്കെ തന്നെയാണ് നമ്മൾ അഫർമേഷൻസിലൂടെ ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. പക്ഷെ എന്നിട്ട് പോലും വർഷങ്ങളായിട്ട് ഒരേ പാറ്റേണിൽ ചിന്തിക്കുന്ന ആളുകളാണ് മനുഷ്യന്മാർ. അതായത് നമ്മുടെ ബ്രെയിനിനെ പറ്റി നമുക്ക് യാതൊരു തരത്തിലും ബോധ്യമില്ല എന്നുള്ളതാണ്. നമ്മുടെ തലച്ചോറിനെ പറ്റി നമുക്ക് യാതൊരു ബോധ്യമില്ല. കാരണം തലച്ചോറിന് സ്വന്തമായിട്ട് മാറാനുള്ള കഴിവുണ്ട്. നമ്മളാണ് മാറ്റാൻ തയ്യാറാവാണ്ടിരിക്കുന്നത്. നമുക്കതിൽ ആക്സസ് ഇല്ല. ബ്രെയിനിൽ ഒരു ആക്സസും നമുക്കില്ല. കാരണം ബ്രെയിനിനെ അങ്ങ് വിട്ടേക്കുക. മൂപ്പർ എന്താണോ പറയുന്നത് അത് നമ്മൾ ചെയ്തോളാം. പക്ഷെ നമ്മൾ എന്താണോ ഇത്രയും കാലം കൊടുത്തേക്കുന്നത് ആ ഇൻഫോർമേഷൻസ് മാത്രമേ ബ്രെയിനിലുള്ളൂ. ബ്രെയിൻ അതിനനുസരിച്ച് മാത്രമേ റിപ്പീറ്റഡ് പാറ്റേൺസ് നമുക്ക് തരുന്നുള്ളൂ. ഇന്നൊരാൾക്ക് ഒരു വിശ്വാസവഞ്ചന കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും ആ വിശ്വാസത്തിൽ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പ്രശ്നങ്ങൾ വീണ്ടും അയാൾ ക്രിയേറ്റ് ചെയ്യും. കുറച്ചുകൂടി കാലം കഴിഞ്ഞ് വീണ്ടും ആ വിശ്വാസത്തിന് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പ്രശ്നങ്ങൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് അതൊരു പാറ്റേൺ ആയിട്ട് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഒരു മാനസിക പ്രശ്നം, ഒരു 30 വയസ്സായി, കല്യാണം കഴിഞ്ഞു, കുറെ കാലമായി, ജോലിയിൽ ശരിയാവുന്നില്ല, ഫിനാൻഷ്യൽ സ്ട്രഗിൾ നടക്കുന്നുണ്ട്, എല്ലായിടത്തും ബ്ലോക്ക് ആയിട്ട് നമ്മൾ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ യഥാർത്ഥ പ്രശ്നം എന്തല്ല, ആ മുമ്പിൽ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കറന്റ്ലി അയാൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നമല്ല അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അയാളുടെ റൂട്ട് കോസ് എന്ന് പറയുന്നത് അയാളുടെ ലൈഫിൽ എവിടെ നിന്നൊക്കെയോ അയാൾ വലിച്ചു കൂട്ടി കൊണ്ടുവന്ന അയാളുടെ പ്രോസസ് ഓഫ് തോട്ട്സുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഓഫ് തോട്ട്സ് ഉണ്ട്. അതൊരു ഹാബിറ്റായി മാറിയിട്ടുണ്ടാവും. ആ ഹാബിറ്റിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രമേ അയാൾക്ക് അതിൽ നിന്നും മറികടക്കാൻ പറ്റൂ. അത് നമുക്ക് നമ്മുടെ ലൈഫിനൊക്കെ നമുക്ക് തന്നെ മാനേജ് ചെയ്യാം. നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് തന്നെ നോക്കിയാൽ മതി. ഓരോ ആളുകൾ കേൾക്കുന്ന നമ്മളിലേക്ക് തന്നെ നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ ചിന്തകൾ ഉണ്ടല്ലോ, നമ്മുടെ ചിന്തകൾക്കൊക്കെ ഒരു നാച്ചർ ഉണ്ടാവും. ഓരോ ആളുകൾ ചിന്തകൾക്കും ഒരു നാച്ചർ ഉണ്ടാവും. ഓരോ ആളുകൾക്ക് ഓരോ പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവും. ഓരോ ആളുകൾ കാണുന്ന ഓരോ രീതിയിലാണ്. നമുക്കറിയാം, നമ്മളിപ്പോ എന്താണ് ഒരു 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 എന്താണ് കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ കാട്ടിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൃഗങ്ങളും ഉണ്ടാവും, ഇഷ്ടപ്പെടാത്ത മൃഗങ്ങളുണ്ടാവും. ഈ കാട്ടിലൂടെ ഒന്നും പോകണ്ട, വീട്ടിൽ തന്നെ ആയാൽ മതി. ഒരു തവളനെ കാണുമ്പോഴേക്കിനും ഐ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരു പാമ്പിനെ കാണുമ്പോൾ അയ്യോ ഭയങ്കര സന്തോഷം കൊള്ളുന്ന ആളുകളുണ്ട്. ഒരേ സാധനത്തിനെ കാണുമ്പോൾ ഒരു ടീം അയ്യേ എന്ന് പറയുന്ന ആളുകളുണ്ടാവും. എന്നാൽ ഒരാൾക്ക് അതിന് ഭയങ്കര സന്തോഷമില്ല, അതായത് അത് കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്ന ആളുകളുണ്ടാവും. അപ്പൊ ഇപ്പൊ നമ്മൾ തവളിനൊക്കെ ക്യൂട്ടാന്ന് പറയുമ്പോഴേക്ക് നമുക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്കൊക്കെ നമുക്കൊരു ഫീൽ ഉണ്ടാവും, എങ്ങനെ ഇപ്പൊ തവളിനൊക്കെ ഒരു ക്യൂട്ടാന്ന് പറയാം. എന്നാ തവളിനെ ക്യൂട്ടാണെന്ന് പറയുന്നവരും തവളിനെ പെറ്റാക്കി വളർത്തുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയമൊന്നും ഉണ്ടാവില്ല, നമ്മളത് കാണുന്നതാണ്. അപ്പോ ഈ പാമ്പിനെ പെറ്റായിട്ട് വളർത്തുന്നവരുണ്ട്. പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ഒരു 4 വർഷം പോകാത്ത ആൾക്കാരുണ്ടാവും. ആ വൈക്കേ പിന്നെ പോകുന്നുണ്ടല്ലോ, അങ്ങോട്ടേക്കേ പിന്നെ പോകത്തില്ല. അപ്പൊ ആ രീതിയിലോട്ട് ഓരോ ആളുകളുടെ ഇമാജിനേഷന്, ഓരോ ആളുകളുടെ വിഷ്വലൈസേഷന്, ഓരോ ആളുടെ ചിന്തകൾക്ക് അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് ആണ് എന്ത് ചെയ്യുന്നത്, മോട്ടീവായിട്ട് നടക്കുന്നത്. അപ്പൊ നമ്മളുടെ ചിന്തകളുടെ ഒരു ട്രാക്ക് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ യഥാർത്ഥത്തിൽ ആ പാസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് എന്തൊക്കെയാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്തൊക്കെയായിരുന്നു. അപ്പൊ ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ഡയറക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള, ഇപ്പൊ ഇരുട്ടിനെ പേടിയുള്ള ഒരാളെ സംബന്ധിച്ചോ, ഇരുട്ടിനെ പേടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുനാളിൽ എപ്പോഴെങ്കിലും ഇരുട്ടിനെ പേടിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ഇരുട്ടിനോട് ഒരു ചെറിയൊരു പ്രശ്നം അയാൾക്കുണ്ട്. അപ്പൊ പക്ഷെ ഇച്ചിരി മുന്നോട്ട് പോയി പ്രായമൊക്കെ ആയി ഒറ്റയ്ക്കൊക്കെ ജീവിക്കേണ്ട സാഹചര്യം വന്നതുകൊണ്ട് ഇരുട്ടിനോട് പ്രത്യേകിച്ച് പ്രശ്നം അയാൾക്കില്ല. മെല്ലെ മെല്ലെ അതിങ്ങനെ ഓവർകം ചെയ്ത് പോയിട്ടൊക്കെ ഉണ്ടാവും. അതാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്.
പക്ഷെ അന്ന് ഉണ്ടായ ഒരു അനുഭവം ഉണ്ട്. ആ ചെറുപ്പത്തില് ഈ ഇരുട്ടിനെ പേടിപ്പിച്ച ഒരു അനുഭവം അയാളിലുണ്ട്. ആ അനുഭവം ഒരു ട്രോമയായിട്ട് അതിൽ കിടപ്പുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ലൈഫിൽ ആ ഇരുട്ടിനോട് പ്രത്യേകിച്ച് അയാൾക്ക് പേടി ഉണ്ടാവില്ല. പക്ഷെ ഏതോ ഒരു സിറ്റുവേഷനിൽ ആ ഇരുട്ടിലേക്ക് പോയ സമയത്ത് പെട്ടെന്ന് എന്തോ കണ്ട് അയാൾ പേടിച്ചു. പ്രത്യേകിച്ച് റൂമിലോട്ട് കയറി പെട്ടെന്ന് എന്തോ ഒരു രൂപം നിൽക്കുന്നത് പോലെ അയാൾക്ക് ഫീൽ ചെയ്തു. കോൺഷ്യസേ അല്ല, വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് വരികയാണ്. ബട്ട് പെട്ടെന്ന് ആ ഒരു രൂപത്തെ കണ്ടപ്പോ നമ്മുടെ ചിന്തകളുണ്ടല്ലോ ആദ്യം ഡയറക്റ്റ് ചെയ്യുന്നത് ആ 3 വയസ്സിലോ 4 വയസ്സിലോ നമ്മൾ കണ്ട അനുഭവത്തെയാണ് ഡയറക്റ്റ് ചെയ്യുക. അപ്പൊ അത് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ആ ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ നമുക്ക് ചെറിയൊരു പാനിക് ഫീൽ ചെയ്യും. കംപ്ലീറ്റ് ആയി, കുഴപ്പമൊന്നുമില്ല, ലൈറ്റ് ഇട്ടു, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായി, നമ്മൾ സമാധാനമായിട്ട് കിടക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് ആക്റ്റീവ് ആയ ആ ഒരു പേടി കുറേ കാലം ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിലൂടെ പോയി പോയി മെല്ലെ മെല്ലെ ക്ലിയർ ആയി വന്നതിനെ വീണ്ടും നമ്മൾ ആക്റ്റീവ് ആക്കി ആ ഒരൊറ്റ ചെറിയൊരു സമയമുണ്ട്. അതാണ് അതിനെ നമ്മൾ പിന്നീട് അയാൾക്ക് ഒരു ഇരുട്ടിനോട്, അതുവരെ അയാൾ ഇരുട്ടിനെ ബോധേടല്ലാത്ത അയാള് ചിലപ്പോ പിന്നീട് പോകുമ്പോൾ രാത്രി വീണ്ടും പിറ്റേ ദിവസം വന്ന് ലൈറ്റ് ഇടുമ്പോൾ ഒന്ന് സൂക്ഷിച്ചിട്ടാ ലൈറ്റ് ഇടുക. അത് സബ് കോൺഷ്യസ്ലി നടക്കുന്ന, കാരണം ഓൾറെഡി ആ ട്രോമ ഉള്ളിൽ കിടപ്പുണ്ട്. ഇതേപോലെയാണ് നമ്മൾ മൈൻഡ് ഡയറക്റ്റ് ചെയ്യുന്നത്, നമ്മൾ ചിന്തകളിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നത്, നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഡയറക്റ്റ് ചെയ്യുന്നത്. ആ ഡയറക്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസസ് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ മുമ്പുണ്ടായ ട്രോമകൾ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയിലൂടെ അത് കംപ്ലീറ്റ്ലി ഹീൽ ആയിട്ടില്ല. അപ്പൊ നമുക്ക് പിന്നെ എന്ത് ചെയ്യണം? അത് ഹീൽ ചെയ്യണം. അപ്പൊ അതിലേക്ക് നമുക്ക് ആക്സസ് ഉണ്ടായാൽ മാത്രമേ ഹീൽ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പൊ അതിലേക്ക് ആക്സസ് ഉണ്ടാവണം, നമുക്ക് എന്ത് വേണം? അപ്പൊ അതിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ഒരു ട്രോമയാവുന്നു, അല്ലെങ്കിൽ ആ ചിന്തകൾക്ക് ഒരു പാറ്റേൺ ഉണ്ടാവുന്നു, ആ പാറ്റേൺ അതൊരു ഹാബിറ്റായി മാറുന്നു. പിന്നെ നമ്മുടെ ആ ഒരു ബ്രെയിനിന്റെ ആക്സസിലേക്ക് നമുക്ക് ആ ബ്രെയിനിന്റെ പ്രോസസ്സിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഹാബിറ്റായി മാറിയിട്ടുണ്ട്, സബ് കോൺഷ്യസ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് അതിന് ബ്രേക്ക് ചെയ്യണം. അതിന് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. അതാണ് പലപ്പോഴും കൺസിസ്റ്റൻസി എന്ന് പറയുന്ന വാക്കിന് ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള സംഭവം ഉള്ളത്. കാരണം ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ നമ്മൾ ബ്രെയിനിലേക്ക് ഒരു ഇതുവരെ ഇല്ലാത്തൊരു തോട്ട് നമുക്ക് കൊണ്ടെത്തിച്ചിട്ട് അത് സ്ഥിരമായിട്ട് നമുക്ക് കൊടുക്കണമെങ്കിൽ, സ്ഥിരമായിട്ട് നമുക്കത് കൊടുത്താൽ മാത്രമാണ് ആ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി പോസിറ്റീവായ രീതിയിൽ അതിനെ ഓവർകം ചെയ്ത് ഹീൽ ചെയ്ത് മുന്നോട്ട് പോവുള്ളൂ. അതിന് നമുക്ക് എന്ത് വേണം? കൺസിസ്റ്റന്റ് ആയ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ എന്ത് കാര്യം ചെയ്യും, ഇപ്പൊ പോസിറ്റീവായിട്ട് കാര്യം ഞാൻ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ കളിക്കേണ്ട സ്ഥലമാണ് ഡെയിലി റൂട്ടീൻ. ഒരു ദിവസത്തെ കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഫേവറബിൾ ആയിട്ട് പറ്റുന്ന, നമ്മൾ ബ്രെയിനിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന എന്റെ സമയത്തെ ഞാൻ യൂസ് ചെയ്തിട്ട് എന്നിലേക്ക് ഞാൻ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്തിട്ട് മാറാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഡെയിലി റൂട്ടീനിലേക്ക് നമ്മൾ കിടക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഡെയിലി റൂട്ടീൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ഒരു രാവിലെ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത്, ജോലിക്ക് പോകുന്നവരാണ് ജോലിക്ക് പോകുന്നു, വീട്ടിലിരിക്കുന്നവരാണ് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് ജോലികൾ ചെയ്യുന്നു, മക്കളെ നോക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് രാത്രി ആകുമ്പോഴേക്കും ഒരേ പ്രോസസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ. അപ്പൊ ഒരേ പ്രോസസ്സിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അതന്നെ മതി നമുക്ക് എന്തറിയാന്, നമ്മളെ റൂട്ട് ശരിയല്ല, നമ്മളെ ചിന്തകള് നമുക്ക് ബ്രെയിനിലേക്ക് ആക്സസ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇപ്പൊ ഒരു ദിവസം നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ദിവസം രാവിലെ എണീക്കുന്നത് തന്നെ ഒരു 7 മണി 8 മണിക്ക് എണീക്കുന്നത്. 8 മണിക്ക് എണീറ്റ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ജോലി ചെയ്യുന്നു, 10 മണിക്ക് ജോലി ചെയ്യേണ്ട ഒരാളാണ്. അപ്പൊ 8 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചെറിയൊരു സമയമേ ഉള്ളൂ, കുറച്ച് ഹറിബറി ആവേണ്ടി വരും, കാര്യങ്ങൾക്കൊന്ന് ഫാസ്റ്റ് അപ്പ് ചെയ്യേണ്ടി വരും, മെല്ലെ എങ്ങനെയെങ്കിലും ജോലിക്ക് എത്തും. ആ ജോലിയിലും അയാൾക്ക് കൃത്യമായ കോൺസെൻട്രേഷൻ, കാരണം ആ ഉറക്കൊക്കെ ഒഴിഞ്ഞ് അതിന്റെ ബ്രെയിനൊക്കെ ഒന്ന് ഫ്രഷ് ആയി വരാൻ എടുക്കുന്ന ഒരു സമയമുണ്ട്. പക്ഷെ അപ്പോഴേക്കിനൊന്നും അയാൾക്ക് ആ ജോലിയിൽ കോൺസെൻട്രേഷൻ കിട്ടൂല. മെല്ലെ മെല്ലെ ജോലിയിൽ കോൺസെൻട്രേഷൻ കിട്ടി, കാര്യങ്ങളൊക്കെ ചെയ്ത്, അവിടെ കുറെ ഇന്നലത്തെ പെൻഡിങ് വർക്ക് ഉണ്ടാവും, നാളത്തെ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ടാവും. ഇങ്ങനെ ചെയ്ത് അത് വീട്ടിലെ ജോലി ആയിക്കോട്ടെ, ഓഫീസിലെ ജോലി ആയിക്കോട്ടെ, ഈ ജോലിയെല്ലാം കഴിഞ്ഞ് ഇയാൾ എന്ത് ചെയ്യാണ്? ഈ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇയാൾ ക്ഷീണിച്ചു പോവാണ്. എങ്ങനെ ക്ഷീണിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു അല്ലെ, ബ്രെയിനിനെ ചിന്തകൾക്ക് എന്ത് വേണം? ഒരു ഗ്ലൂക്കോസ് വേണം. ഓരോ ചിന്ത പ്രോസസ് ചെയ്യാൻ ഗ്ലൂക്കോസ് വേണം. അപ്പൊ ഈ ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ കുറയുന്ന സമയത്ത് നമുക്ക് ഒരുമാതിരി
നമുക്കൊരു ഒരു ഒരു ഇതുണ്ടാവില്ല. സ്ഥിരമായിട്ട് മധുരം കഴിക്കുന്ന ഒരാൾ, നന്നായിട്ട് മധുരം കഴിക്കുന്ന ഒരാളാണ്. അയാൾക്ക് പെട്ടെന്ന് മധുരം കഴിക്കാണ്ടായി കഴിഞ്ഞാൽ നമ്മളിപ്പോഴും പറയലില്ലേ, ഒരു ഡോപ്പമിൻ ഹൈക്ക് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അയാൾക്കൊരു സന്തോഷമില്ലാത്തത്. ആ സന്തോഷമില്ലാത്ത വേറൊന്നുമല്ല, ചിന്തകളൊന്ന് ഒരു പ്രോസസ്സ് ചെയ്യാൻ എന്ത് വേണമെന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വേണം. ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് എന്ത് ഈ പറയുന്ന ഡോപ്പമിനും സെറോട്ടോണിനും ഒക്കെ. അപ്പൊ ആ ഒരു കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് ഇവരൊക്കെ. അപ്പൊ ഇവർ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഗ്ലൂക്കോസ് വേണം. അതിനടുത്ത് കുറെ ഗ്ലൂക്കോസ് കഴിക്കുക എന്നുള്ളതല്ല. ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളുണ്ട്. എന്താണ് ഈ പറയുന്ന ഇപ്പൊ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ രണ്ടു ഭാഗം പറയണല്ലോ. ഒരു ചിന്തകൾ നല്ല രീതിയിൽ വർക്ക് ആവാൻ നല്ല രീതിയിൽ നമുക്കൊരു റിസൾട്ട്, പോസിറ്റീവ് റിസൾട്ട് കിട്ടാൻ ഗ്ലൂക്കോസ് വേണം എന്ന് പറയുന്ന പോലെ തന്നെ അത് കൂടിക്കഴിഞ്ഞാലും അതേ പ്രശ്നം തന്നെയാണ് വരുന്നത്. കാരണം അവിടെ കൃത്യമായിട്ടുള്ള ചിന്തകൾ നടക്കില്ല, കൃത്യമായുള്ള കെമിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നടക്കില്ല. അപ്പൊ അവിടെ നമുക്ക് ഡ്രൗസിനെസ് ഫീൽ ചെയ്യും, ഡിസിനെസ് ഫീൽ ചെയ്യും, നമുക്ക് കൃത്യമായിട്ട് ചിന്തകൾ വരും, നമുക്കൊരു മടുപ്പ് തോന്നും. തൽക്കാലം ഇന്ന് ജോലി ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ വഴിക്ക് പോകും. അവിടെ നമുക്ക് എന്ത് സംഭവിക്കും? പ്രൊക്കാസ്റ്റിനേഷൻ സംഭവിക്കും. കാരണം ആ പ്രൊക്കാസ്റ്റിനേഷൻ എവിടുന്ന വരുന്നത്? ഓവർ തിങ്കിങ്ങിലാണ്. ആ ഓവർ തിങ്കിങ് എന്തുകൊണ്ടാണ് വന്നത്? ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് കോൺഷ്യസ്ലി നമ്മൾ ഓവർ തിങ്കിങ് അല്ല. കോൺഷ്യസ്ലി നമ്മൾ കുറച്ച് സാധനം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കി അൺകോൺഷ്യസ്ലിയും സബ് കോൺഷ്യസ്ലിയും ചെയ്ത് മാക്സിമം പെരുപ്പിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാരണം ഒരു ചിന്തകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 50,000 to 80,000 ഒക്കെ ചിന്തകളാണ് പെർ ഡേ ഒരു മനുഷ്യന്റെ തലയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്, ബ്രെയിനിലൂടെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏകദേശം 80%, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു 80%-ഓളം റിപ്പീറ്റഡ് തോട്ട്സ് ആണ്. ഈ റിപ്പീറ്റഡ് തോട്ട്സിനും 90% അടുത്തം, ഏകദേശം 70 to 90% അടുത്ത് നെഗറ്റീവ് തോട്ട്സും ആണ്. ഇത് ഒരുപാട് റിസർച്ചുകൾ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചിന്തകൾ നമുക്ക് പ്രോസസ് ചെയ്ത്, ഇതിൽ വളരെ കുറച്ചേ നമ്മൾ കോൺഷ്യസ്ലി ചിന്തിക്കുള്ളൂ. ബാക്കി എല്ലാം സബ് കോൺഷ്യസ്ലി ആൻഡ് അൺകോൺഷ്യസ്ലി ചിന്തകൾ ഇങ്ങനെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല, നമ്മൾ ബോധമല്ല, നമ്മൾ ഉറക്കത്തിലായിക്കോട്ടെ അതങ്ങനെ പ്രോസസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ ആലോചിച്ച് നോക്ക്, ഇത് എവിടെ ചെന്ന് അവസാനിക്കും? അപ്പൊ നമുക്ക് ഇതിലേക്ക് ആക്സസ് വരണമെങ്കിൽ നമ്മുടെ കൺസിസ്റ്റൻസി നിർബന്ധമാണ്. നമ്മൾ കൃത്യമായ ഒരു റൂട്ടീൻ ഫിക്സ് ചെയ്യണം. തോന്നിയ സമയത്ത് ഉറങ്ങുക, തോന്നിയ സമയത്ത് എണീക്കുക, തോന്നിയ സമയത്ത് ഭക്ഷണം കഴിക്കുക, തോന്നിയ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇങ്ങ് ചെയ്യുക. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ച് ഇന്ന് ചെയ്യുക, നാളെ ചെയ്യേണ്ടത് നാളെ ചെയ്യാണ്ടിരിക്കുക, 4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യുക. ഇതിനൊരു റെഗുലർ അല്ലാത്ത, ഒരു ഡിസിപ്ലിൻ അല്ലാത്ത ഒരു ഫോം എവിടൊക്കെ നമ്മുടെ ലൈഫിന്റെ സർക്കിളിൽ ഉണ്ടോ, ലൈഫിന്റെ സർക്കംസ്റ്റൻസസിൽ വരുന്നുണ്ടോ, അതിനർത്ഥം നമ്മുടെ ചിന്തകളുടെ ഡയറക്ഷൻ പോസിറ്റീവായ റൂട്ടിലല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ പോസിറ്റീവ് റൂട്ടിലോട്ട് നമുക്ക് എത്തണമെങ്കിൽ ആദ്യം നമ്മൾ ഇളകേണ്ടത് നമ്മുടെ റൂട്ടീൻസിലാണ്. അവിടെ നമുക്ക് കൃത്യമായ സ്ലീപ്പ് കിട്ടിയിരിക്കണം. ആ സ്ലീപ്പാണ് ഹീലിംഗ്. സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്. അപ്പോൾ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും കോമ്പൻസേറ്റ് ചെയ്യാൻ, രാവിലെ ഇപ്പോൾ ഒരു 2 മണിക്കൂർ ഉറങ്ങി കഴിഞ്ഞാൽ 10 മണിക്ക് എണീക്കുക, അപ്പോഴും നമുക്ക് സ്ലീപ്പ് കിട്ടിയല്ലോ. ആ സ്ലീപ്പ് കിട്ടില്ല. സ്ലീപ്പ് വേണ്ടത് നമ്മുടെ ശരീരത്തിന് ബയോളജിക്കൽ ക്ലോക്ക് ഇവോൾവ് ചെയ്ത് വന്ന മനുഷ്യന്മാരാണ്. നമ്മൾ ഇന്നലെ പൊട്ടിമുളച്ച ആൾക്കാരല്ല. നമ്മൾ എത്രയോ മനുഷ്യരിലൂടെ ഇവോൾവ് ചെയ്ത് വന്ന ആളുകളാണ് നമ്മൾ. അവർക്കൊക്കെ ഒരു റൂട്ടീൻ ഉണ്ട്. ആ റൂട്ടീനിലെല്ലാം ജനറ്റിക്കലി അത് നമ്മളൊക്കെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു നെഗറ്റീവ് റിയാക്ഷൻ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ അത് ബിൽഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ അവിടെയാണ് ഈ ഓവർ തിങ്കിങ്. കാരണം അവിടെ കൺസംഷൻ കൂടും, അവിടെ എനർജി കൺസംഷൻ ബ്രെയിനിന് കൂടും. അപ്പൊ എനർജി കൺസംഷൻ കൂടണമെങ്കിൽ ശരീരം വല്ലാണ്ട് ഭക്ഷണം കഴിച്ചേ പറ്റുള്ളൂ. കാരണം എനർജി കിട്ടണമെങ്കിൽ ഗ്ലൂക്കോസ് വരണം, നല്ലോണം ഭക്ഷണം കഴിക്കേണ്ടി വരും. അപ്പൊ റൂട്ടീൻസ് തെറ്റിയ ആൾക്കാർക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഒബസിറ്റി വരും, പല രീതിയിലുള്ള ഹോർമോണൽ ഇംബാലൻസസ് വരും, തൈറോയ്ഡ് ഡിസോർഡേഴ്സ് വരും, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആവും അവർക്ക്. കാരണം അതാണ്, ഉറക്കം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ നഷ്ടപ്പെടും നമുക്ക് അറിയാം അല്ലെ? ഉറക്കം നഷ്ടപ്പെട്ട് ഹലോ സാർ, കട്ടായി പോയോ? ഹലോ, കേൾക്കാവോ? യെസ്, അപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ. ഞാൻ ഇവിടെ എന്താണ് മൊത്തം ഒരു കറണ്ട് ഇഷ്യൂസ് എന്താണ്, കറണ്ട് പോയതാണ്. കുഴപ്പമില്ല, കേൾക്കാമല്ലോ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ, നൗ ഇറ്റ് ഈസ് ക്ലിയർ സർ. ഓക്കെ.
അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഈ എന്താണ് ചിന്തകൾ, ഈ പറയുന്ന രീതിയിലുള്ള നമ്മുടെ റൂട്ടീൻസിലേക്ക് നമുക്ക് കൃത്യമായ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഫസ്റ്റ് സ്ട്രക്ചറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ബ്രെയിനിലേക്ക് ആക്സസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ബ്രെയിനിലേക്ക് ആക്സസ് ഉണ്ടായി കഴിഞ്ഞാൽ, ആ ബ്രെയിനിലേക്ക് ആക്സസ് വരണമെങ്കിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട്, നമുക്ക് റൂട്ടീനിൽ ചേഞ്ച് ഉണ്ടായാൽ മാത്രം പോരാ, നമ്മൾ രണ്ടാമത് പറഞ്ഞത് കൺസിസ്റ്റന്റ് ആയൊരു ചേഞ്ച് ആയിരിക്കണം. അപ്പൊ രാവിലെ എണീക്കുന്നതിന്, രാത്രി ഉറങ്ങുന്നതിന്, ഈ രാവിലെ നമ്മൾ എണീറ്റിട്ട് ഭക്ഷണം കഴിക്കുന്നതിന്, അപ്പൊ നമ്മൾ ഈ പറയുന്ന ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, ഒരു പ്രഷർ ഉണ്ട്. ആ ഒരു പ്രഷറാണ് യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, ബ്രെയിനിന്റെ ചിന്തകളെ നമുക്ക് ഒരു ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു സിറ്റുവേഷനിൽ തന്നെ നമുക്ക് വേണ്ട ഈ പറയുന്ന റൂട്ടീൻസിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ പേഷ്യൻസിലൂടെ ചെയ്യുന്ന ഒരു കാര്യമാണ്, ചിന്തകളെ കൃത്യമായിട്ട് എഴുതി വെക്കുക. നമ്മൾ സാധാരണ ഡയറി ഒക്കെ എഴുതി വെക്കും, ഓരോ കാര്യങ്ങൾ എഴുതിയതും ടു ഡു ലിസ്റ്റ് നമ്മൾ ഫോം ചെയ്യാറുണ്ട്, എല്ലാം എഴുതാറുണ്ട്. പക്ഷെ ഫസ്റ്റ് സ്റ്റേജിൽ ആദ്യം തന്നെ പോയിട്ട് എല്ലാം കൂടെ ചെയ്യരുത്. കുറെ ടു ഡു ലിസ്റ്റ് ഫോം ചെയ്യുന്നു, കുറെ കാര്യങ്ങൾ അത് എഴുതുന്നു, ഇത് എഴുതുന്നു, മൈൻഡ്ഫുൾ ആവാൻ നോക്കുന്നു, അഫർമേഷൻ കൊടുക്കുന്നു, മാനിഫെസ്റ്റേഷൻ കൊടുക്കുന്നു, വിഷ്വലൈസേഷൻ കൊടുക്കുന്നു. ഇതൊന്നും ആദ്യം വേണ്ട. ആദ്യം ഇതൊന്നും വേണ്ട. നമ്മൾ റെഗുലർ റൂട്ടീന് നമ്മൾ എന്ത് ഡിസിപ്ലിൻ ആക്കുക എന്നുള്ളത് മാത്രം. ആ റെഗുലർ റൂട്ടീനിലേക്ക് ഒരൊറ്റ കാര്യം മാത്രം ആഡ് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചിന്തകളെ എഴുതി വെക്കുക. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ തലയിലോട്ട് നമ്മൾ എന്തൊക്കെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് ഒന്ന് കോൺഷ്യസ് ആവാൻ ശ്രമിക്കുക കിട്ടുന്ന ചില സമയങ്ങളിൽ. അപ്പൊ ആ കോൺഷ്യസ് ആവുന്ന സമയത്ത് 1, 2, 3 തവണ നമ്മൾ ഡയറി എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫോൺ എടുത്തിട്ട് ഇപ്പൊ എന്താണ് നിന്റെ തലയിലോട്ട് ഇപ്പൊ എന്താ വന്നത്, ഏത് വിഷയമാണ്, ഏത് സബ്ജക്റ്റ് ആണ് വന്നത്, അത് ചുമ്മാ, അത് ചിലപ്പോൾ ഒരു കാര്യമില്ലാത്ത സബ്ജക്റ്റ് ആയിരിക്കും, നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്ത സബ്ജക്റ്റ് ആയിരിക്കും, എന്നാൽ പോലും അതെടുത്തൊന്ന് എഴുതി വെക്കാം. അങ്ങനെ 2, 3 തവണ എഴുതേണ്ട ആവശ്യം വരുള്ളൂ. അതിനുശേഷം പിന്നെ വരുന്ന ഓരോ ചിന്തകൾക്കും നമ്മൾ കോൺഷ്യസ്ലി നമുക്കൊരു പെട്ടെന്ന് ക്ലിക്ക് ആവുന്നത്, അതെന്താ ഇപ്പൊ എന്താ ചിന്തിച്ചത്, അതിപ്പോ എന്തിനാ ഇപ്പൊ ചിന്ത വന്നത്, അത് നമുക്ക് ആ സമയത്തിന് എഴുതി വെക്കാൻ നമുക്ക് പറയാം. എഴുതി തന്നെ വെക്കണം. നമ്മളത് ചിന്തിച്ച് വെച്ചിട്ടോ നമ്മളത് സ്റ്റോർ ചെയ്തിട്ടോ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തുകൊണ്ട് ഒന്നും ഉപകാരത്തിൽപ്പെടില്ല. അതൊക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് ഇത്രയും കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് നമുക്ക് മാറ്റങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ മാനുവലി ഒരു ബുക്ക് എടുത്ത് നമ്മൾ അതിൽ എഴുതി വെച്ച് അതിൽ മാനേജ് ചെയ്യാൻ പറ്റണം. ആ ഒരു പ്രോസസ്സും കൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് പോവുകയാണെങ്കിൽ വിത്തിൻ ഒരു 5 to 10 ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ ഡിസിപ്ലിനും റൂട്ടീനിൽ ഉണ്ടാവുന്ന ചേഞ്ചസും ഈ പറയുന്ന എഴുത്തുകളും കാര്യങ്ങളിലൂടെ തന്നെ ഒരു ഏകദേശം 70% ഈ തോട്ട് എന്ന് പറയുന്ന സംഭവത്തിനെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ അതിലൂടെയാണ് പിന്നെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് അങ്ങോട്ടേക്കാണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും കൗൺസിലിങ്ങിലൂടെ ആയിക്കോട്ടെ, അഫോർമേഷൻസ് ആയിക്കോട്ടെ, നമ്മൾ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പികളായിക്കോട്ടെ, ഏതെങ്കിലും പ്രശ്നങ്ങൾ, ടെൻഷനാണ്, സ്ട്രെസ്സാണ്, ഇതിൻ്റെ എല്ലാ റൂട്ട് കോസും ഏകദേശം നല്ലൊരു ശതമാനം ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ മാറ്റങ്ങൾ വരും. കാരണം ചിന്തകളാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത്, ചിന്തകളാണ് നമ്മുടെ ശരീരത്തിന് നെഗറ്റീവായിട്ട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ചിന്തകളാണ് നമ്മൾ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളിലും കൊണ്ടെത്തിക്കുന്നത്, നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ബ്രേക്ക് ചെയ്യുന്നത്, നമ്മുടെ ചിന്തകളാണ് നമുക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ലിനെ നെഗറ്റീവ് ആക്കുന്നത്. അപ്പോൾ ആ ചിന്തകളെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക, ഇതാണ് നമ്മൾ പ്രൈമറി ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് കൃത്യമായിട്ട് നമുക്ക് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും നമ്മളെ സ്റ്റാർട്ടിങ്, നമ്മുടെ ലൈഫിന്റെ സക്സസിന്റെ തുടക്കം എന്ന് പറയുന്നത് അവിടെ നിന്നായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഇപ്പൊ ലാസ്റ്റ് സമയത്ത് കുറച്ച് കറണ്ട് പോയി, വിഷയങ്ങളൊക്കെ ആയി, എന്നാലും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി, കാരണം നമ്മളൊരു പുതിയൊരു ടോപ്പിക്കിലായിട്ടാണ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സാർ ഇതിന്റെ റെക്കോർഡ് കിട്ടുമല്ലോ അല്ലേ? ഇതില് സാധാരണ ഇടാറുണ്ട്. റെക്കോർഡ് കിട്ടും. ഓക്കെ, ചില പോർഷൻസ് ഞങ്ങൾക്ക് വിട്ടുകഴിഞ്ഞാൽ അവിടെ വിദേശത്തുള്ളത്, ഗൾഫിലുള്ളത്, ടൈം പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഡ്യൂട്ടി ടൈം. ഓക്കെ. വേറെന്തെങ്കിലും? ആരെങ്കിലും ഒന്ന് സംസാരിക്കുക, ആരെങ്കിലും ഒരു ഫീഡ്ബാക്ക് പറയാൻ. ഹലോ ജൂനി സാറേ, വണ്ടർഫുൾ ടോക്ക്. അതായത് ചിന്തകളാണ് നമുക്ക് ചിന്തകൾ അനുസരിച്ച് ഇമോഷൻ ഉണ്ടാവും, അതനുസരിച്ച് ബോഡി ഈ ശരീരത്തിൽ കെമിക്കൽസ് വ്യത്യാസം വരും, അതനുസരിച്ച് നമ്മുടെ മാറ്റം എല്ലാം വരും. അപ്പൊ അതാണ് സാർ പറഞ്ഞത്, വളരെ കറക്റ്റ്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വണ്ടർഫുൾ ടോക്ക്.
താങ്ക് യു. സാർ, എൻ്റെ പേര് അൻവർ സാദത്ത്. സാറിന്റെ ഇതിന് മുന്നേ ഉള്ള കുറച്ച് സെഷൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ. നമ്മൾ ഇപ്പൊ നിലവിലുള്ള ഒരു ശീലം എന്ന് പറഞ്ഞാല് മെൻഡെക്സിൽ ഇതുപോലുള്ള സെഷൻസ് വരുമ്പോൾ സാറിന്റെ ആണോ എന്ന് നോക്കിയിട്ടാണെങ്കിൽ മാത്രമേ ഇപ്പൊ കയറാറുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല സെഷനാണ് സാർ. ഓക്കെ. പല കാര്യങ്ങളും സാറ് പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, സാറിന്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും സാറിന് എന്തുമാത്രം ഡെപ്തിൽ അത് അറിയാമെന്നും കൂടെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു റീസൺ കാരണമാണ് പലപ്പോഴും സാറിന്റെ സെഷൻസ് കൂടുതലായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ തമ്മിൽ ഫാമിലിയിൽ നമ്മൾ 2-3 പേര് ഒരുമിച്ചാണ് ഈ അക്കൗണ്ടിൽ കേൾക്കുക. അപ്പോൾ ഒരാളല്ല ഈ കേൾക്കുന്നത്, നമ്മൾ 2-3 പേരുണ്ട്. അപ്പൊ നമ്മൾ തമ്മിൽ ഇന്റേണലി ഡിസ്കസ് ചെയ്യുമ്പോൾ സാറ് പല ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുമ്പോൾ ഉള്ള ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പലപ്പോഴും. അപ്പോ വെറുതെ ഹൊറിസോണ്ടലി അല്ലെങ്കിൽ സർഫേഷ്യലി പറയുന്നതല്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഇൻട്രസ്റ്റോടെ കേൾക്കുന്നത്. സാർ ഇനി ഇതുപോലുള്ള സെഷൻസ് തരണം. ഇടയ്ക്ക് സാറിനെ മീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും മീറ്റ് ചെയ്യാം. അത്രയും നമുക്ക് താല്പര്യമുണ്ട്. താങ്ക് യു സോ മച്ച്. അതെ സാറേ, സാറിന്റെ ഡെപ്ത് വെച്ചിട്ടുള്ള ടൈമിംഗ് ഇല്ല ഈ ഇത്രയും പറയാനായിട്ട്. എങ്കിലും സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, താങ്ക് യു. തീർച്ചയായും നമ്മളൊരു കാരണം ഈ ടോപ്പിക്കിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറെ ഡെപ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ലെക്ചറിങ് പോലെ ആവും. കാരണം ഭയങ്കര കോൺഷ്യസ്ലി ഇരിക്കാൻ പറ്റുക. പ്രത്യേകിച്ച് ഈ സമയം എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് നമ്മളൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരുപാട് ഡെപ്തിലുള്ള ടോപ്പിക്ക് നമുക്ക് കുറേ നേരം സംസാരിക്കാൻ പറ്റൂല. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം, പിന്നെ കുറച്ച് ഡിസ്കഷൻസ് വരുമ്പോൾ ഒന്നും കൂടെ ഡെപ്തിലോട്ട് അത് പോകും. ഇങ്ങനെ ഞാൻ പൊതുവേ ചെയ്യാറുള്ളത്. പിന്നെ അല്ലാണ്ട് നമുക്ക് എങ്ങനെയായാലും നമുക്ക് സംസാരിക്കാം. പക്ഷെ അതിനൊരു എനിക്ക് തോന്നുന്നത് അത് കുറച്ച് ഒരു 3-4 മണിക്കൂറൊക്കെ നമുക്ക് വേണ്ടി വരും. അത്രയും സമയം നമുക്ക് അതിലത്രയും, പ്രത്യേകിച്ച് ഓൺലൈൻ ആവുമ്പോഴേ അത്രയും നമുക്ക് പറ്റില്ല. അതൊക്കെ നമുക്ക് ശരിക്കും ഓഫ്ലൈൻ സെഷനിലൂടെയാണ് പറ്റുന്നത്. താങ്ക് യു സാർ, നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ. പിന്നെ ഈ ജേർണലിങ് ഇപ്പൊ നമുക്ക് എല്ലാ ചിന്തകളും എഴുതി വെക്കാൻ പറ്റും, പോസിറ്റീവ് നെഗറ്റീവ് എഴുതി വെക്കണം. എല്ലാ ചിന്തകളും എഴുതി വെക്കാം. നമുക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, പോസിറ്റീവും നെഗറ്റീവും ആലോചിക്കണ്ട. നമ്മുടെ ചിന്തകൾ നമ്മൾ നോക്കിയാൽ മതി. ചിന്തകളിലേക്ക് നമുക്ക് പോസിറ്റീവായിട്ട് വരുന്നു നെഗറ്റീവായിട്ട് വരുന്നു എന്നുള്ള ടോപ്പിക്ക് നമ്മൾ ഒഴിവാക്കിയിട്ട് ചിന്തകളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് എഴുതി വെക്കുക എപ്പോഴും. കാരണം നമ്മൾ ഈ കോൺഷ്യസ്ലി നമുക്ക് ചിന്തകൾ വരുമ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് എഴുതി വെക്കാൻ പറ്റും. കാരണം അത് ഭയങ്കര ഡെപ്തിലോട്ട് ഒരേ ടൈമിൽ പോകില്ല. കാരണം നമ്മൾ ഒരേ ടൈമിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, മൾട്ടിപ്ലൈ ആയിട്ടുള്ള ചിന്തകൾ ഒരേ സമയത്ത് ഒരു ദിവസം പല ജോലിയും ചെയ്യുമ്പോൾ അപ്പൊ ആ ജോലിയിലൂടെ ഒക്കെ ചിന്തകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് അതെല്ലാം നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കുറച്ചു നേരം ഒന്ന് ഇരുന്ന് നമ്മളിപ്പോ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഈ പറയുന്ന ലാപ്ടോപ്പിൽ ഇരുന്ന് നമ്മളൊരു കാര്യം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ചിലപ്പോൾ അതിനായിട്ട് ബന്ധമില്ലാത്തൊരു ചിന്ത വരും, അതിനൊന്നൊരു ബന്ധമില്ലാത്തൊരു ചിന്ത കയറി വരും. അത് പെട്ടെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനും പറ്റും. ഇതിപ്പോ ടൈം എന്തായാലും കീപ്പ് ചെയ്യണോ അതോ? ഇല്ല, അത് നമുക്ക് എപ്പോഴാണോ വരുന്നത് അപ്പൊ തന്നെ അത് ഫോണിലൊന്ന് എഴുതി വെക്കുക. അങ്ങനെ തന്നെ ഫോമേ. അത് രാത്രി നമുക്ക് ഇരുന്ന്, അതേ പറഞ്ഞു, നിങ്ങൾ മെമ്മറിയിൽ സൂക്ഷിച്ചുകൊണ്ട് കാര്യമില്ല, അത് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുക. അത് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് ടൈമിലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ആലോചിച്ചാൽ കിട്ടൂല നമുക്കത്. അത് ആ ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ തന്നെ ഫോൺ എന്താണോ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത് അതിലൊന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ അത് വോയിസ് ആക്കി എടുത്ത് വെക്കുക. എന്നിട്ട് രാത്രിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊന്ന് എഴുതി വെക്കാം. ഇങ്ങനെ എഴുതിയിട്ട് ഓരോ ദിവസം ഒരു 3 ദിവസം മാത്രം എഴുതിയാൽ മതി. 4-ാമത്തെ ദിവസം നമ്മൾ വെറുതെ ഒന്ന് മറിച്ച് നോക്കുക എന്തൊക്കെയാണ് നമ്മൾ തലയിലോട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ നോക്കിയാൽ തന്നെ നമ്മൾ ബ്രെയിനിൽ ഒരു പ്രോസസ്സിങ് ഓൾറെഡി ഫിൽറ്ററിങ് നടന്നുകൊണ്ടിരിക്കും. അവിടെ എന്തൊക്കെ തരത്തിൽ സാധനം വരണം എന്നുള്ളൊരു ഫിൽറ്ററിങ് ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കും. ആ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണത്. അത് നമ്മൾ കഷ്ടപ്പെട്ട് പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കലി നടക്കുന്ന കാര്യം. അതാണ് ബ്രെയിനിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ചെയ്താൽ തന്നെ മുന്നോട്ട് ഒരു 5 to 10 days അത്ര മതി അതിന്. അപ്പോഴേക്കും തന്നെ നമുക്ക് ഏകദേശം ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം റൂട്ടീന് കൃത്യമായിരിക്കണം. അല്ലാണ്ട് വെറും ചിന്തകൾ നമ്മൾ ജേർണൽ ചെയ്തിട്ട് കാര്യമില്ല. റൂട്ടീനിൽ വർക്ക് ആയിരിക്കണം, കൃത്യമായിട്ട് ഉറങ്ങണം, നമ്മളെ രീതികളൊക്കെ ക്ലിയർ ആക്കിയിരിക്കണം. അതിലേക്ക് നമ്മളെ ശ്രദ്ധ, ഫോക്കസ് നമ്മളുടെ ലൈഫിലേക്ക് ഒരു ഫോക്കസ് കൊടുക്കാൻ പറ്റണം. അത് നമ്മൾ റൂട്ടീനിൽ ഓൾറെഡി ഉണ്ടാവുന്നതാണ്. അത് ഡിസിപ്ലിൻ ആക്കിയതിനു ശേഷമായിരിക്കണം നമ്മൾ ഈ ജേർണലിംഗ് തുടങ്ങേണ്ടത്. ഹലോ സർ, കേൾക്കാമോ സർ? കേൾക്കാം സർ. ക്ലാസ് വളരെ നന്നായിരുന്നു സാറേ. പിന്നെ ഒരു ഡൗട്ട് എന്താ അറിയോ, ഇപ്പൊ സാറ് പറഞ്ഞില്ലേ ചില ആളുകൾ നെഗറ്റീവായിട്ട് ഇങ്ങനെ കുറെ എടുത്തു വെച്ചിട്ടുണ്ടാവും, പിന്നെ അതാണ് പെട്ടെന്ന് പുറത്തേക്ക് വരുന്നത്, ചിന്തകളിലൂടെയൊക്കെ പുറത്തു വരുന്നത്. ചിലപ്പോ അങ്ങനെ ചിന്തിക്കാതെ തന്നെ ചിലപ്പോ നെഗറ്റീവ് സംഭവങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ? ശരിക്കും നമുക്ക് യഥാർത്ഥത്തിൽ നമുക്കത് തോന്നുന്നതാണ്, ചിന്തിക്കാണ്ടത് വരിക എന്നുള്ളത്.
നമ്മളെ ചിന്തകളിലൂടെ ദ വേ യു തിങ്ക് എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് ചിന്തിക്കാണ്ട് ഒരിക്കലും നമുക്ക് സംസാരിക്കാനോ നമുക്കത് പ്രോസസ്സ് ചെയ്യാനോ പറ്റില്ല. നമുക്കൊരു ഇലക്ട്രിക്കൽ ഇമ്പൾസസ് വരാണ്ട് നമുക്ക് ഒരിക്കലും അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ചിന്തകൾ വന്നിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ ചിന്തയുടെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ ഏതെങ്കിലും ഒരു ഫോമിലുള്ള തോട്ട് നമ്മൾ അൺകോൺഷ്യസിലോ സബ് കോൺഷ്യസിലോ കിടക്കുന്നുണ്ടാവും. അതിലൂടെ അത് എനിക്ക് വ്യക്തമാകാത്തൊരു ഏരിയ മീൻസ് ഇപ്പൊ നമ്മള് ഓൾറെഡി ഒരു വേറൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ പെരുമാറുന്നതാണോ അതോ സ്വന്തമായിട്ടുള്ള കാര്യമാണോ പറയുന്നത്? നമ്മൾ സ്വന്തമായിട്ടുള്ള കാര്യങ്ങള്. ഓക്കെ ഓക്കെ. നമ്മൾ സെൽഫിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. നമ്മളിൽ ഉണ്ടാവുന്ന ചിന്തകളാണ്, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആക്ടിവിറ്റീസിലൂടെ, നമ്മുടെ ഇൻഫോർമേഷൻസിലൂടെ നമുക്ക് വന്ന ചിന്തകളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മളിലെ ചിന്തകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ അറിയാം, ഈ കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ലെയറുകളൊക്കെ നമുക്ക് അറിയാം. അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ശരിക്കും അതൊരു ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ ബുക്കൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലാണ് ഇതിന്റെ എല്ലാ പ്രോസസ്സിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കോൺഷ്യസ് മൈൻഡ് അതിന്റെ കുറച്ച് കണികകൾ പുറത്തോട്ട് വരുന്നതാണ് ഈ കോൺഷ്യസ് മൈൻഡ്. ഈ കോൺഷ്യസ് മൈൻഡ് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അഭിനയിക്കാൻ സുഖമാണ്. ആ ചിന്തകളിലെ ഇമോഷൻസ് നമുക്ക് ആക്ട് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും. ബട്ട് നമ്മളുടെ യഥാർത്ഥമായ ഒരു ചിന്തകളും കാര്യങ്ങളും സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കൃത്യമായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു ആക്സസ് ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് ആക്സസ് എപ്പോഴേ കിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് അതിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിലൂടെയാണ് നമുക്ക് ഈ അഫർമേഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത്, കൃത്യമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു ചിന്തകളിലേക്ക് നമ്മൾ ചിന്തകൾ ഇപ്പൊ ഇന്ന് രാവിലെ എണീറ്റ് ഞാനിങ്ങനെ രാവിലെ എണീറ്റപ്പോൾ തന്നെ ചില ആളുകളുണ്ടാവും രാവിലെ എണീറ്റ് ഭയങ്കര ഫ്രഷ്നെസ്സിലൊക്കെ സാധാരണ എണീക്കുന്നത്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര എന്തോ ഒരു മൂഡ് ഓഫ്, എന്താന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. തലേ നോക്കി ആലോചിച്ചിട്ട് എന്താ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ, കാര്യങ്ങളൊക്കെ ശരിയായാലും, ഫിനാൻഷ്യലി പ്രശ്നമൊന്നുമില്ല, അത് റെഡിയായി കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ എന്താ എന്തോ ഒരു മനസ്സിനൊരു സുഖമില്ല. പക്ഷെ അയാൾക്ക് അത് കളക്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അയാൾ കോൺഷ്യസ്ലി അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. സബ് കോൺഷ്യസിൽ അത് കിടന്ന് മറിയുന്നുണ്ട്. എന്തോ ഒരു വിഷയം ഇന്നലെയോ മിനിഞ്ഞാന്നോ റിപ്പീറ്റഡ് തോട്ട്സിലൊക്കെ അത് ഇങ്ങനെ കിടന്ന് മറിയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇന്നോ നാളെയൊക്കെ ആയിട്ട് അയാളുടെ ലൈഫിൽ അത് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു അനുഭവം വരുമ്പോഴാണ് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, യെസ് ഇതായിരുന്നു എൻ്റെ പ്രശ്നം. ചിലപ്പോൾ അതിന്റെ സൊല്യൂഷനിലോട്ട് അടുത്തെത്തുമ്പോഴേക്കും ആയിരിക്കും അയാൾക്ക് അത് മനസ്സിലാക്കുന്നത്, ഇതായിരുന്നു ഈ ആൾ എന്നോട് പറഞ്ഞ ഈ വാക്കായിരുന്നു എൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ പോയപ്പോൾ കണ്ട ഈ അനുഭവമായിരുന്നു എൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ഇന്നലെ വൈഫ് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞ സംഭവമായിരുന്നു എൻ്റെ ഇഷ്യൂ ഉണ്ടായത്, അല്ലെങ്കിൽ കുട്ടികളെ പറ്റി ഈ വാർത്ത കേട്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ പറയുന്ന ഏതോ ഒരു സബ്ജക്റ്റ് ആയിരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടാവുക. അപ്പം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മളുടെ ചിന്തകളിലല്ലാത്ത കാര്യങ്ങൾ പുറത്ത് നമ്മൾ സംസാരിക്കുന്നത് അത് കോൺഷ്യസ്ലി ഇല്ലാന്നേ ഉള്ളൂ, സബ് കോൺഷ്യസ്ലി അത് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് ക്ലയന്റുമായി ബന്ധപ്പെട്ടിട്ട് അല്ല, നമ്മുടെ സ്വന്തം കാര്യമല്ലേ? അതെ, സ്വന്തത്തിലേക്കാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, സെൽഫിനെ ഞാൻ പറയാറുള്ളത്. കാരണം സെൽഫിനെ നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മുമ്പിരിക്കുന്ന ക്ലയന്റിനെ അനാലിസിസ് ചെയ്യാൻ നമുക്ക് ഒരു പണിയില്ല. അതുപോലെ ഒരു സംഭവം അങ്ങനെ ഒരു അഫർമേഷന് വേണ്ടിയിട്ട് കൊടുക്കണതിന്റെ മുമ്പ് ഒരു ക്ലയന്റിന് ഇങ്ങനെ കൊടുത്തപ്പോൾ അത് നല്ല എഫക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ആൾക്ക് വെറുതെ ഒന്ന് ഇട്ട് കൊടുത്തതായിരുന്നു, പക്ഷെ അത് കറക്റ്റായി വന്നു, ആൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെന്താ വെച്ചാൽ എന്താണ്, ആ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. എന്നാലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ അഫർമേഷൻസ് ആയിക്കോട്ടെ, വിഷ്വലൈസേഷൻസ് ആയിക്കോട്ടെ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ കൗൺസിലിംഗ് ആയിക്കോട്ടെ, അയാളുടെ ലൈഫിൽ പാസ്റ്റ് എക്സ്പീരിയൻസസിലെ അയാളുടെ ഒരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ശരിക്കും നമ്മൾ ഈ കൊടുക്കുമ്പോൾ അയാൾക്ക് ആ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. വീണ്ടും അദ്ദേഹം അല്ലെങ്കിൽ അയാള് വീണ്ടും ആ ഒരു രൂപത്തിലോട്ട് തന്നെ മാറുന്നത്, ആ പ്രശ്നത്തിലോട്ട് തന്നെ ആയിരിക്കും അയാൾ പോകുന്നത്. ചിലപ്പോൾ വീട്ടിലായിരിക്കും പ്രശ്നം എന്ന് വിചാരിക്കാം. നമ്മുടെ അടുത്തോട്ട് വന്നു, നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ആ കറന്റ്ലി ഉള്ള ഇഷ്യൂസ് ഒക്കെ സംസാരിച്ചു, എല്ലാം ക്ലിയർ ചെയ്ത് ഭയങ്കര ഹാപ്പിയായി. 2-3 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി അയാൾ അത് മാക്സിമം റെഡിയാക്കാനും ക്ലിയർ ചെയ്യാനൊക്കെ ശ്രമിക്കും. അങ്ങനെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താണ്, കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല ദേഷ്യമുള്ള ഒരാളായിരിക്കും, 4-5 ദിവസം കഴിയുമ്പോഴേക്ക് പിന്നെയും അയാൾക്ക് ദേഷ്യം കൊണ്ടുവരും. പിന്നെ നമ്മളടുത്തോട്ട് വരും, എനിക്ക് ദേഷ്യമൊക്കെ കുറഞ്ഞതായിരുന്നു, പക്ഷെ പിന്നെയും ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അതിന്റെ കാര്യം ഇവിടെ കിടക്കുന്ന വെച്ചാൽ
നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഉണ്ടാവും, നമ്മൾ പഴയ അനുഭവങ്ങൾ. ഈ പഴയ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 10 വർഷമോ 15 വർഷം കണക്കൊന്നുമില്ല. നമ്മൾ ജനിച്ചതിന് ശേഷം എവിടുന്നെങ്കിലും നമുക്ക് കിട്ടിയ അനുഭവങ്ങളിലൂടെ നമുക്കുണ്ടായ ട്രോമകൾ, ആ ട്രോമകളെ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മീൻസ് അത് പേഷ്യന്റ് ഒരിക്കലും പറ്റില്ല, നമുക്കേ അത് പറ്റുള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന നമുക്ക് സെക്കൻഡ് പേഴ്സൺ അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് അത് പറ്റുള്ളൂ. അങ്ങനെ ആ ഒരു കാര്യത്തെ, ആ എന്ത് പാറ്റേൺ ആണ് അയാളുടെ ലൈഫിൽ വന്നിട്ടുള്ളത് എന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയാലാണ് അതിന് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ബ്രേക്ക് ചെയ്യേണ്ട രീതിയാണ് നമ്മളിപ്പോൾ ഇന്ന് സംസാരിച്ചതൊക്കെ. അതിന് ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ പിന്നെന്ത് ചെയ്യുന്നത്, ആൾക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് പിന്നെ നമ്മൾ എന്ത് കൊടുത്താലും പോസിറ്റീവ് ആയിരിക്കും. പിന്നെ നമ്മൾ കുറച്ചു നേരം ഒരു 10 മിനിറ്റ് സംസാരിച്ച ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, അയാൾക്ക് വീട്ടിൽ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം പലപ്പോഴും നമുക്ക് എന്താണ് ഒരു കാര്യം, നമുക്കിപ്പോൾ ഒരു ക്ലയന്റിനോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നോടത്ത പ്രശ്നം കാണാറുള്ളത്. കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റൂല, അല്ലെങ്കിൽ അത് 2 ദിവസം പോകും, 3-ാമത്തെ ദിവസം അത് കറക്റ്റ് ചെയ്യൂല. അത് ചെയ്യാത്തതിന്റെ പ്രശ്നം വേറെ ഒന്നുമല്ല, അവരുടെ അവരുടെ ആ ഒരു പ്രൊക്കാസ്റ്റിനേഷൻസ്, അവരുടെ ചിന്തകളെ അവർക്കൊന്നും ഇതുവരെ ട്രാക്ക് ചെയ്യാനോ മനസ്സിലാക്കാനോ എന്തുകൊണ്ടാണ് എനിക്കിത് ഇങ്ങനെ വരുന്നത് എന്നുള്ളതിന് ക്ലാരിറ്റിയോ ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന എല്ലാ തെറാപ്പികളും ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു സർ. ഹലോ സർ. ഹലോ സർ, നമുക്കിപ്പോ ഒരു ബന്ധമില്ലാത്ത ഒരു ചിന്ത വരണമെന്ന് പറയുമ്പോൾ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്ന ഒരു ചിന്തയല്ലേ? അതെ. ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ നമുക്ക് അങ്ങനെ വരുന്ന ഈ തോട്ടുകളൊക്കെ നമ്മളിങ്ങനെ എഴുതി വെച്ച് നമ്മൾ അതിനൊരു ഒരു അവയർനെസ്, നമ്മൾ എന്തൊക്കെയാണ് ചിന്തിച്ചത് എന്നുള്ള കാര്യങ്ങൾ, അതായത് ഒരു ആവശ്യമില്ലാത്ത കുറെ ചിന്തകൾ നമുക്ക് വന്നു എന്നുള്ളത് നമ്മളിപ്പോ എഴുതി വെച്ചു. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാനത് ജോയിൻ ചെയ്തത്. അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണ് സാർ, നമ്മളിപ്പോ ഈ തോട്ടുകളൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ട്? ഓക്കെ, അപ്പോൾ അതില് ഇപ്പൊ നമ്മൾ ആ ഒരു കാര്യങ്ങൾ എഴുതി വെക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ ഡയറി എഴുതി വെക്കുമ്പോൾ നമുക്ക് എന്താ ശരിക്കും ഡെയിലി റൂട്ടീൻസ് നമ്മൾ എഴുതി വെക്കുമ്പോൾ ശരിക്കും ഡയറി എഴുതുന്നത് എന്തിനാണെന്നറിയോ? ഹലോ, ഡയറി നമ്മൾ എന്തിനാ എഴുതുന്നതെന്നറിയോ? നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിലീഫിന് വേണ്ടിയിട്ട്, നമ്മളൊരു സെൽഫിനോട് പറയാൻ വേണ്ടിയിട്ട്. അതെ, അതായത് ഡയറി നമ്മൾ എഴുതുന്നത്, ഞാൻ എപ്പോഴും പറയാം, നമ്മൾ മനസ്സിലാക്കേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? ആ ഡയറി നമ്മൾ ഡെയിലി കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ഓരോ ദിവസം ഗ്രോത്ത് ആയിരിക്കും. ഓക്കെ, കാരണം എന്താ അറിയോ? ഇന്നലെ ചെയ്ത കാര്യത്തെ അയാൾ കൃത്യമായി റിമൈൻഡ് ചെയ്യുന്നുണ്ട്. അയാൾക്ക് 2-ാമത്തെ ദിവസം ഡയറി എഴുതുമ്പോൾ സെയിം പാറ്റേൺ അയാൾ എഴുതുമ്പോൾ അയാൾക്ക് തന്നെ മടുപ്പ് വരും. അയാൾ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും, ഇന്നോവേറ്റീവ് ഐഡിയാസ് അയാൾക്ക് വരും, ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് അയാൾക്ക് വരും. ഇതാണ് ഡയറി എഴുതുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ്. നമ്മൾ ഡെയിലി കാര്യങ്ങൾ ഓർമ്മകളിൽ നിൽക്കുക എന്ന് പറയുന്നത്, ഈ ഓർമ്മകളിൽ നിൽക്കേണ്ട നമുക്ക് ആവശ്യം നമുക്ക് ആർക്കും ഇല്ല. യഥാർത്ഥത്തിൽ ഓർമ്മകൾ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഡയറി എഴുതുക എന്ന് പറയുന്നത്, ഇന്ന് എഴുതിയ കാര്യം നാളെ അതേ സെയിം എഴുതാൻ നമുക്ക് തന്നെ ഒരു മടുപ്പുണ്ടാവും. നമുക്ക് തന്നെ ഉണ്ടാവുമല്ലോ, ഇന്നലെ ചെയ്ത കാര്യം തന്നെ ശരിക്കും ഡയറി എഴുതാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം പുതിയ അനുഭവം കിട്ടുന്ന പോലെ ആയിരിക്കും അയാൾക്ക് അനുഭവപ്പെടുക. ഡെയിലി എഴുതുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ എഴുതിയതും ഇന്ന് എഴുതിയതും ഒരു 5 വർഷമായിട്ട് ഒരേപോലെ തന്നെ, ഒരു ഗ്രോത്തും ഇല്ല നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ സ്പോട്ടിൽ നമുക്ക് തന്നെ നമ്മുടെ ഈ ഒരു സിസ്റ്റം, ബ്രെയിനിന്റെ സിസ്റ്റം, നമ്മുടെ തിങ്കിങ്ങിന്റെ സിസ്റ്റത്തിലൂടെ തന്നെയാണ് നമ്മൾ അതിനെ റിക്കവർ ചെയ്യുന്നത്. അതിനെ കൃത്യമായിട്ട് നമ്മൾ ആ പാസ്റ്റ് എക്സ്പീരിയൻസസ് മൊത്തം നമ്മുടെ തലയിലോട്ട് അങ്ങ് വരും. അത് ആ ഡയറി ചെയ്യുന്ന ശീലം കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. ഇതാണ് ജേർണലിങ്ങിലൊക്കെ നമ്മൾ എഴുതാൻ പറയുന്നത്. എഴുത്തിലൂടെ നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഒന്നുകൂടെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇമ്പോസിഷൻ, നമ്മൾ സ്കൂളിൽ നിന്ന് ഇമ്പോസിഷൻ പറയില്ലേ, സ്ഥിരം കുറേ എഴുതാം, ഇപ്പൊ 100 വട്ടം എഴുതാൻ പറയും. ഈ 100 തവണ എഴുതുക എന്ന് പറയുന്നതോടെ ഇത് പ്രിന്റ് ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ഒരു ബ്രെയിൻ മെമ്മറിയിൽ ഏറ്റവും ഫ്രണ്ടിലെ പാർട്ടിലേക്ക് തന്നെ വരികയാണ്. അത് നമുക്ക് പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അത് പ്രിന്റ് ചെയ്യുന്ന പോലെ, അത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന പോലെ രീതിയിൽ അത് അവിടെ വന്നിട്ടുണ്ടാവും. കാരണം അതാണ് നമ്മൾ ഈ എഴുത്തിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പേന എഴുത്ത് എന്ന് പറയുന്നതിന്റെ ക്വാളിറ്റി, കാരണം നമ്മളിപ്പോൾ ഞാൻ പലപ്പോഴും നമ്മൾ ഫോണിൽ എഴുതി വെക്കുന്നത്, വോയിസ് ആയിട്ട് വെക്കുന്നത്, ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു ബുക്കും പേനയും എടുത്ത് നമ്മൾ എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ് എന്നുള്ളതിന് ഒരുപാട് പഠനങ്ങളുണ്ട്. അത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഒരുപാട് ലേറ്റസ്റ്റ് സ്റ്റഡീസിൽ തന്നെ അതൊക്കെ പറയുന്നുണ്ട്. എഴുതുന്നതിലൂടെ ബ്രെയിനിൽ വരുന്ന ചേഞ്ചസും ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതാണ് എഴുത്ത്. ആ എഴുത്തിലൂടെ നമ്മൾ ചിന്തകൾ എഴുതുന്ന സമയത്ത് ആ ചിന്തകൾ ഓരോന്നും, നമ്മൾ ഇന്ന് എഴുതിയ ചിന്തകൾ നാളെ നമ്മൾ അത് എഴുതുകയാണ്. 3-4 ദിവസം അതിൽ റിപ്പീറ്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു കാര്യത്തെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും.
ശരിക്കും നമ്മൾ ഡയഗ്നോസ് ചെയ്യുക എന്ന് പറയുന്നതിനർത്ഥം ബ്രെയിനിന് അതിന്റെ ഒരു പാറ്റേൺ പിടികിട്ടി എന്നുള്ളതാണ്. ആ പാറ്റേൺ പിടികിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ മാറ്റേണ്ട രീതിയിൽ ഈ ചിന്തകൾ നമ്മൾ വെറുതെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ആ ഒരു തോട്ട് വരും. ഞാനിപ്പോ എന്തിനാവശ്യമില്ലാണ്ട് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കിപ്പോ എന്തായാലും കറക്ഷൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യും. അത് കറക്ഷൻ ചെയ്യും. കാരണം ആദ്യം എഴുതി വെക്കുക എന്നുള്ള പ്രോസസ്സ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം കറക്ഷൻ ഉണ്ട്, അതിനുശേഷം നമ്മൾ അതിന്റെ പോസിറ്റീവ് അഫർമേഷൻസ് ഉണ്ട്, ആ ചിന്തകൾ നമ്മൾ എങ്ങനെ ഡൈവേർട്ട് ചെയ്യണം എന്നുള്ളതുണ്ട്. അതെല്ലാം നമുക്ക് അതിന് ശേഷം പറയാനുള്ളതാണ്. പക്ഷെ ആദ്യം എഴുതി വെക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആ എഴുതി വെക്കുന്നതിലൂടെ തന്നെ എന്ത് മാറ്റമാണ് കിട്ടുന്നത് വെച്ചാൽ, ആ എഴുതി വെക്കുന്നതിലൂടെ ഓരോ ദിവസത്തെ ചേഞ്ചിനെ നമ്മൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ദിവസം എന്റെ ചിന്തകൾ ഒരു മാറ്റമല്ല, നാളെയും ഒരു മാറ്റമല്ല, മറ്റന്നാളും ഒരു മാറ്റം ഇല്ലെങ്കിൽ അതിന് കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് ഒരു മാറ്റം കൊടുക്കുക എന്നുള്ളത് അത് എനിക്ക് ഫോഴ്സ്ഫുള്ളി വരുന്ന ഒരു പ്രഷർ ആയിട്ട് വരുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ ഞാനിപ്പോൾ ടു ഡു ലിസ്റ്റിന്റെ ഒക്കെ ക്വാളിറ്റി അതാണ്. ടു ഡു ലിസ്റ്റ് നമ്മൾ എന്തിനാ എഴുതാൻ പറയുന്നത്? ഞാൻ ഇന്ന് ഒരു 5 കാര്യങ്ങൾ ടു ഡു ലിസ്റ്റ് എഴുതി വെച്ചു. ഞാൻ ഇന്നത് ഓരോ ടിക്ക് ചെയ്തു. 4ാമത്തെ കാര്യം ഞാൻ ടിക്ക് ചെയ്തു. എനിക്ക് സമയം കിട്ടിയിട്ടില്ല, ചെയ്തിട്ടില്ല ഞാൻ. അപ്പൊ ചെയ്യാത്ത രാത്രി കിടക്കുന്ന സമയത്ത് ഇത് എന്റെ ബെഡ് സൈഡിൽ ഉണ്ടാവും, ടു ഡു ലിസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഈ ടു ഡു ലിസ്റ്റ് 4ാമത്തെ കാര്യം ചെയ്യാത്തതിനെ കൊണ്ട് ഒരു ഗിൽട്ട് ഫീൽ ചെയ്യും എനിക്ക്. കാരണം ഞാൻ ചെയ്ത് തുടങ്ങിയ ഒരു പണിയാണ്, അത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പിറ്റേന്ന് ദിവസം രാവിലെ തുടങ്ങി ആദ്യം ഞാനത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. അത് ചിലപ്പോൾ 1ാമത്തെ ദിവസം തന്നെ നടക്കണമെന്നില്ല. ഇത് റിപ്പീറ്റഡ് ആയിട്ട് 4ഉം 5ഉം 10ഉം ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് ആ ഗിൽട്ട് ഫീൽ ചെയ്ത് നമുക്കൊരു ഉള്ളിൽ നിന്ന് ഒരു പ്രഷർ വരും, സെൽഫിന്റെ ഒരു പ്രഷർ വരും നമുക്ക്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ടു ഡു ലിസ്റ്റ് ഫോം ചെയ്യാം, ടു ഡു ലിസ്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം ഇതെല്ലാം ചെയ്യുന്ന ആളുകളെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, അവർ കൃത്യമായ ഡിസിപ്ലിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവർക്ക് ഓരോ ദിവസം ഗ്രോത്തിനെ അവർക്ക് റിമാർക്ക് ചെയ്യാൻ പറ്റും, ആ ഗ്രോത്തിനെ അവർക്ക് ട്രാക്ക് ചെയ്യാനും പറ്റും. മനസ്സിലായോ? താങ്ക് യു. വേറെന്തെങ്കിലും? സാർ, ഈ എഴുതിയ കാര്യങ്ങൾ സേഫായി എടുത്തു വെക്കുക എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലപ്പോഴും നെഗറ്റീവ്സ് ഒക്കെ മറ്റുള്ളവർ കാണാതിരിക്കുന്നതാണ് നല്ലത്. എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ ആളങ്ങ് എഴുതി കൂട്ടിയിട്ടുണ്ടായിരുന്നു, അമ്മ ചീത്തയാണ്, അമ്മ അങ്ങനെയാണ്, അത് കഴിഞ്ഞ് അടുത്ത ആൾ ഇങ്ങനെയാണ്. ഇതെല്ലാം വായിച്ചിട്ട് ഈ പേരൻസ് ആകെ മോശമായിട്ടാണ് വന്നത്. അതുണ്ടാവും. സൂക്ഷിച്ച് വെക്കാന്ന് പറഞ്ഞാലും എടുത്തു നോക്കി വായിക്കാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പൊ അത് മാക്സിമം നല്ല ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ വേറെ നമുക്ക് ചെയ്യാനില്ല. അത് വേറൊരാൾ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഉള്ളിൽ അവരുടെ നെഗറ്റീവ്സ്, അവരുടെ ഒരു പാറ്റേൺ എന്താന്ന് നമുക്ക് അറിയാൻ കഴിയില്ലല്ലോ. അവരിത് വായിക്കുമ്പോൾ അവര് മനസ്സിലാക്കിയ ചിന്തകളിലൂടെയാണ് അവരിത് ഏറ്റെടുക്കുക. അപ്പൊ അവർക്കത് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നുക, ചിലപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അവിടെ. അത് എടുത്ത് വായിക്കുക എന്ന് പറയുന്നതിന് വലിയ പ്രശ്നമാണ്. അപ്പൊ അത് സംരക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം തന്നെ. നല്ല രീതിയിൽ തന്നെ അത് സൂക്ഷിച്ച് വെക്കണം. അങ്ങനത്തെ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. ഡയറി ഒക്കെ ചില ആളുകൾ ജേണലൊക്കെ എഴുതുന്ന സമയത്ത് മറ്റുള്ളവർ അത് വായിച്ചിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയ കേസുകളൊക്കെ ഉണ്ട്. ജേണൽ എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഫോണിൽ എഴുതുന്നതിനേക്കാൾ ഏറ്റവും ഭയങ്കര എഫിഷ്യന്റ് ആയ ഒരു സംഭവമാണ് നമ്മൾ ഡയറിയോ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു സംഭവം ചെയ്യുക. അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ ഫോൺ ആകുമ്പോൾ പിന്നെ ആരും നോക്കൂല. പക്ഷെ ആ ഫോൺ അറ്റ്ലീസ്റ്റ് നമ്മൾ ഫോണിലെങ്കിലും എഴുതി വെക്കുക. അങ്ങനെ ഭയങ്കര പേടിയുള്ള ഒരാള് എഴുതി വെച്ചാൽ ഭയങ്കര പ്രശ്നമാവും എന്നൊക്കെ തോന്നുന്ന ഒരാളുടെ ഉള്ളിൽ ഇനി അതൊരു ഓവർ തിങ്കിങ്ങിലോട്ട് പോകേണ്ട നിൽക്കണ്ടല്ലോ. ഡയറി എഴുതി വെച്ചിട്ട് ഇനിയിപ്പോൾ ആരെങ്കിലും വായിക്കുമെന്നായിരിക്കും പിന്നെ അയാളുടെ ചിന്ത. അപ്പൊ അതും പിന്നെ എഴുതി വെക്കേണ്ടി വരും. അപ്പൊ പിന്നെ ഏറ്റവും നല്ലത് പിന്നെ ഫോൺ തന്നെ യൂസ് ചെയ്യുക. അങ്ങനത്തെ ആളുകൾക്ക് വല്ലാണ്ട് പാനിക് ആവാൻ സാധ്യതയുള്ള ആളുകൾക്കൊക്കെ നമ്മൾ ഫോണിലൂടെ ജേർണൽ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള റെഫർ ചെയ്ത് കൊടുക്കുക. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ? സർ, നമ്മൾ ഡയറി എഴുതുന്നത് നിർത്തുന്നതിന് കാരണം ഒരു കണ്ടിന്യൂറ്റി വരുമ്പോൾ അല്ലെങ്കിൽ റിപ്പറ്റീഷൻ വരുമ്പോഴാണെന്ന് സാറ് പറഞ്ഞത് കൊണ്ട് മനസ്സിലായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഡയറി എഴുതിക്കൊണ്ടിരിക്കണമെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണമെന്നാണോ അതിന്റെ അർത്ഥം? തീർച്ചയായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം അവിടെ നമുക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, അവിടെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഒരു പാറ്റേൺ ഉണ്ടാവുമല്ലോ, ഒരേ ചിന്തകളുടെ ഒരു ഹാബിറ്റ് നമുക്ക് ഉണ്ടാവും. ആ ഹാബിറ്റിൽ തന്നെ നമ്മൾ പോവുകയാണ്. ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്നൊക്കെ പറഞ്ഞ കുറെ ഹാബിറ്റുകൾ നമുക്ക് പറയേണ്ടതില്ല. ഞാനൊന്നിനും കൊള്ളൂല, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല.
അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളിലേക്ക് നമ്മൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മളുടെ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ, രാവിലെ എണീറ്റു, ജോലിക്ക് പോയി, ജോലിയിൽ ഇങ്ങനെ സംഭവിച്ചു, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു, രാത്രി ഇങ്ങനെ ചെയ്തു, സംസാരിച്ചു, ഇങ്ങനെ ഇച്ചിരി പ്രശ്നം ഉണ്ടായി, ചില ദിവസങ്ങൾ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ നടക്കും, അതൊക്കെ ഒന്ന് എഴുതി വെക്കും. ഇങ്ങനെ അല്ലാണ്ട് സെൽഫിൽ ഒരു മാറ്റം വരാൻ വേണ്ടിയാണ് ഡയറി എഴുതുന്ന ഒരു ഇന്റൻഷൻ നമുക്കില്ലല്ലോ. നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വെറുതെ നമ്മുടെ ടൈമിനെ ട്രാക്ക് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ പാസ്റ്റിനെ ട്രാക്ക് ചെയ്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അത് നമുക്ക് എന്തിനാ ഡയറി എഴുതി വെക്കുന്നത്? അത് ഇന്റൻഷൻ അതിന്റെ ഏറ്റവും പ്രധാനം. അവിടെ എന്തിന്റെ എനർജി കിടക്കുന്നത്? ഞാൻ എന്തിനാ ഇന്നത്തെ ദിവസത്തെ എഴുതി വെക്കുന്നത്? അതിന്റെ ഉദ്ദേശം നാളത്തെ ദിവസം ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരു കാര്യമായിരിക്കണം, ഇതിനേക്കാളും ഗ്രോത്ത് ഉള്ള ഒരു ദിവസമായിരിക്കണം എനിക്ക് നാളെ. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ അഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഡയറി എഴുതി വെക്കുന്നത്. ഇന്നത്തെ ഡയറി എനിക്ക് നാളത്തെ അഫോമേഷൻ കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇന്റൻഷനിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് ഈ ഡയറി എഴുത്ത് ഉപകാരപ്പെടുന്നത്. മറ്റുള്ള ഡയറി എഴുത്തോട് ഉപകാരമൊന്നുമില്ല, നമ്മൾ ചുമ്മാ വെറുതെ ഓരോ കാര്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതിനേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമുക്കത് മടുപ്പ് വരുന്നത്, നമ്മൾ ചെയ്യാത്തതും. ഈ ഇന്റൻഷനിൽ ഡയറി എഴുതി നോക്കിയാൽ മതി, ഓട്ടോമാറ്റിക്കലി ഗ്രോത്ത് വരും. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. സാർ ഈ ക്ലാസിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും അടുത്ത ക്ലാസ്? അതെ, അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ എൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും വിഷയങ്ങൾ വരികയാണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. മാക്സിമം ഞാൻ ഈ ഹീലിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ പറയാന്നുള്ള തന്നെയാണ് നോക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ടില്ലല്ലോ സർ? അത് കൺക്ലൂഡ് ആവില്ല, അത് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഒറ്റയടി കൺക്ലൂഡ് ആവില്ല. ഓരോരോ സെഷൻ വരുന്ന സമയത്ത് ഇപ്പൊ അടുത്ത സെഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ നേരെ കണ്ടിന്യൂഷൻ ആയിരിക്കണം എന്നില്ല. ഇതിൽ വരുന്ന ടോപ്പിക്കുകളായിരിക്കും. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ഇത് കൺക്ലൂഡ് ആവുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ ഇന്റൻഷന് അത് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഈ പറയുന്ന ജേർണൽ എഴുതിയതിനു ശേഷം നമുക്ക് ഇത് എങ്ങനെ പ്രോസസ് ചെയ്യുന്നു, ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ഇതെല്ലാം ടോപ്പിക്കുകളാണ്. ഇതെല്ലാം നമുക്ക് ഓരോന്നോരോന്ന് വെച്ചാൽ റീപ്രോഗ്രാമിങ്, ഹീലിംഗ്, ഡയഗ്നോസിസ്, ഇങ്ങനെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ പറയുമ്പോൾ ലാസ്റ്റ് കംപ്ലീറ്റ്ലി നമുക്ക് ഒരു ഓൾ ഓവർ കിട്ടുമ്പോഴാണ് ഓക്കെ ഇതാണ് ഹീലിംഗ് എന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് മൺഡേ കാണാം. ഇതുവരെ കേട്ടവർക്കും സംശയങ്ങൾ ചോദിച്ചവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ.